സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2025 നിങ്ങൾ കേരള PSC പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്കേറെ പ്രയോജനം ചെയ്യും. 10th ലെവൽ പരീക്ഷകൾക്കുൾപ്പെടെ 20 മാർക്ക് വരുന്ന കറണ്ട് അഫയേഴ്സ് മേഖല, അവിടെ നിങ്ങൾക്ക് മാർക്ക് പോവാതെ ഈ ഒരു ക്ലാസ് നന്നായിട്ട് പഠിച്ചാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറയേണ്ടതില്ല. കൂട്ടുകാരുടെ പിന്തുണ വേണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്ന സുഹൃത്തുക്കളും ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 2003 നമ്മെ വിട്ടുപിരിഞ്ഞ കൽപ്പന ചൗള. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ചോദിക്കാം ചിലപ്പോൾ. ഈ 2025 ഫെബ്രുവരി 1 22ാം ചരമവാർഷികം ആചരിക്കുന്ന ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജ ആരാണെന്ന് ചോദിച്ചാൽ കൽപ്പന ചൗളയാണ്. നമുക്ക് അവിടുന്ന് തുടങ്ങാം അല്ലെ. നമുക്ക് കൽപ്പന ചൗളയെ ഓർമ്മിച്ചുകൊണ്ട് ഈ വർഷം നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചൊരു പോയിന്റ്, PSC പരീക്ഷകൾ ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യമാണ് ആദ്യത്തെ പേജിൽ ഞാൻ കൊടുത്തത്. 250 പരം പേജുകളാണ് ഈ ക്ലാസ്സിലുള്ളത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രിക എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജ ആരാണ്? സുനിത വില്യംസ്. എല്ലാവർക്കും അറിയാം. എത്രയാണ് മേഡം ബഹിരാകാശത്ത് എത്ര സമയമാണ് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. എല്ലാവരും പഠിച്ചേ, 62 മണിക്കൂർ 6 മിനിറ്റ്. ഇതുവരെ 9 തവണയാണ് സുനിത വില്യംസ് സ്പേസിൽ നടന്നിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കണേ. സുനിത വില്യംസിനൊപ്പം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബാരി ബുച്ച് വിൽമോർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത്. ബാരി ബുച്ച് വിൽമോർ. ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട വാഹനം ഏതാണ്? ബോയിങ് സ്റ്റാർലൈൻ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു ബോയ് ആണെന്ന് ആലോചിക്കുക. സുനിതയെ നമുക്കൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കൂടെ, സുനിതയുടെ കൂടെ ഒരു ബോയ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റാർ ആണ്. ഇവരുടെ ലൈൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ. പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ബോയ് ആയ, സ്റ്റാർ ആയ ഇത് ഇവരുടെ ലൈനിനെ കൂട്ടിയിട്ട് ഇവരെ കൊണ്ട് പോയി സ്പേസിലേക്ക് പോയി. ഇപ്പൊ പോയ വാഹനം ബോയിങ് സ്റ്റാർലൈൻ സ്പേസ് ക്രാഫ്റ്റ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത് എന്നാണ്? ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ TV ന്യൂസിൽ കണ്ട അല്ലെ, സുനിത തിരിച്ചു വന്ന രംഗം ഓർമ്മയുണ്ടാവും. എന്നാൽ പോയത് 2024 ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമാണ്. ആലോചിച്ച് വെക്കുക. ഒരു മാർക്കാണ്. 286 ദിവസത്തെ, നോക്കൂ, 2024 ജൂൺ 5-ന് പോയ സുനിത മേഡം 286 ദിവസത്തെ ബഹിരാകാശ ജീവിതം പൂർത്തിയാക്കിയ സുനിത തിരിച്ചു വരികയാണ്. ആ ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 മാർച്ച് 19 ബുധനാഴ്ച പുലർച്ചെ 3:27 അവര് ഭൂമിയിൽ തിരിച്ചെത്തി. അപ്പൊ 286 ദിവസമാണ് അല്ലെ അവരവിടെ ചെലവഴിച്ചത്. അങ്ങനെ അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ആ ഒരു ദൗത്യത്തിന്റെ പേരായിരുന്നു സ്പേസ് എക്സ് ക്രൂ 10. നോക്കൂ, എക്സ് ക്രൂ 10 എന്ന് ആലോചിക്കാം. അവര് പോയത് സ്പേസ് എക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഹനത്തിലായതുകൊണ്ട് സ്പേസ് എക്സ് എന്ന് പഠിച്ചു വെക്കുക. ക്രൂ 10 എന്ന് ആലോചിക്കുക. ദൗത്യത്തിന്റെ പേര് ചോദിച്ചാൽ ക്രൂ 10 മറക്കരുത്. എന്നാൽ അവർ തിരിച്ചു വന്ന ആ ഒരു പേടകമുണ്ടല്ലോ, നമ്മളൊക്കെ ചിത്രത്തിൽ കണ്ട ആ പേടകം, അതിന്റെ പേര് സ്പേസ് എക്സിന്റെ ക്രൂ 9 ഡ്രാഗൺ ആണ്. അപ്പൊ കൂട്ടുകാർ ഇത് നന്നായിട്ട് ഓർത്ത് പഠിച്ചേ. ആ വാഹനം അല്ലെങ്കിൽ പേടകത്തിന്റെ പേര് ക്രൂ 9 ഡ്രാഗൺ ആണെങ്കിൽ ദൗത്യത്തിന്റെ പേര് ക്രൂ 10 എന്നാണെന്ന് ഓർത്ത് വെച്ചേക്കണേ. മാറരുത്, ഒരു മാർക്ക് നഷ്ടപ്പെടും. ലാൻഡ് ചെയ്ത സ്ഥലം മെക്സിക്കൻ ഉൾക്കടൽ, ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ഇടക്കാലത്ത് ഈ അടുത്ത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പേര് മാറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ മെക്സിക്കൻ ഉൾക്കടലിലാണ് ഇത് ലാൻഡ് ചെയ്തത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പഠിക്കുക, ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന്. കടലിൽ നിന്ന് ഈ ഒരു പേടകത്തെ വീണ്ടെടുത്ത് അല്ലെങ്കിൽ കരയിൽ ഇവരെ എത്തിച്ചത് ഏത് കപ്പലാണെന്ന് ചോദിച്ചാൽ MV മേഗൻ എന്ന് പഠിച്ചു വെച്ചേക്കുക. MV മേഗൻ. ഫെബ്രുവരി 2, 2025 ലോക തണ്ണീർത്തട ദിനമാണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ. എന്തായിരുന്നു പ്രമേയം കൂട്ടുകാരെ? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. PSC പരീക്ഷകൾ സ്ഥിരം വരുന്ന ചോദ്യമാണ്. ഒരു മാർക്ക് ഷുവർ ആണ്. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഇന്ത്യ ഗവൺമെന്റ് റാംസർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ 4 തണ്ണീർത്തട സൈറ്റുകൾ. ഈ ക്ലാസ് അപ്ലോഡ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് കാണുന്നതെങ്കിൽ കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്യണം. നിലവിൽ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2025 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം 89 റാംസർ സൈറ്റുകൾ ഉണ്ട്. പുതുതായിട്ട് 3 റാംസർ സൈറ്റുകളല്ല, 4 എണ്ണം ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണടാ? ഒന്ന് ശക്കരക്കോട്ടയാണ്, തേർത്തങ്കലാണ്, ഗച്ചയോ പാൽറിയാണ്, ഉദ്വാ തടാകമാണ്. എങ്ങനെ പഠിക്കാം? ശർക്കര
നല്ല തേൻ പോലത്തെ തങ്കം പോലത്തെ ശർക്കര എടുത്തിട്ട് കച്ചറ പാലിൽ കലക്കിയിട്ട് ഉദ്യാനത്തിൽ പോയി കുടിക്കുകയാണ് തണ്ണീർത്തടം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക 2025 4 തണ്ണീർത്തടങ്ങൾ നല്ല ശർക്കര ആലോചിക്കുക എന്നിട്ട് തേൻ പോലത്തെ തങ്കം പോലത്തെ ശർക്കര എടുത്തിട്ട് ഒരു കച്ചറ പാലുണ്ട് അല്ലെങ്കിൽ കുറച്ച് കച്ചറ ഉണ്ട് കച്ചറ മീൻസ് എന്തെങ്കിലും ഒരു അലമ്പ് വെള്ളം അല്ലെ അപ്പൊ ഒരു കച്ചറ പാലിനകത്ത് പാൽ ആലോചിക്കുക അപ്പൊ ശർക്കര തേൻ തങ്കം അത് പാലിനകത്ത് കയറ്റിയിട്ട് ഉദ്യാനത്ത് പോയിട്ട് കുടിക്കുക എന്ന് ആലോചിക്കുക എന്ത് സമയത്ത് ഈ പറയുന്ന തണ്ണീർത്തടം എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിൽ കയറണം അങ്ങനെയാണെങ്കിൽ ഉദ്വാ തടാകം എന്നുള്ളത് നമുക്ക് കിട്ടണം 1 മാർക്ക് മക്കളെ ഷുവർ ആണേ കാരണം ചോദിക്കും ഇത് ജാർഖണ്ഡിലാണ് ഉദ്വാ തടാകം എവിടെയാണെന്ന് ചോദിക്കും ഉദ്വാ തടാകം റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട തണ്ണീർത്തടമായ ഉദ്വാ തടാകം ജാർഖണ്ഡിലാണ് എന്നാൽ കച്ചയോ പാൽറി ഷുവർ ആയിട്ട് പഠിച്ചു വെക്കുക കാരണം എന്താണെന്നറിയോ സിക്കിമിൽ നിന്നുള്ള ആദ്യത്തെ റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട തണ്ണീർത്തടമാണ് കച്ചയോ പാൽറി അപ്പൊ കച്ചയോ പാൽറി എവിടെയാണ് സിക്കിം ഉദ്വാ തടാകം ജാർഖണ്ഡ് തേർത്തങ്കൽ കേൾക്കുമെന്ന് തന്നെ മനസ്സിലാവും അല്ലെ വേടന്തങ്കൽ അല്ലട്ടോ തേർത്തങ്കലാണേ തമിഴ്നാട് ശക്കരക്കോട്ടെ കേൾക്കുമെന്ന് തന്നെ കിട്ടും തമിഴ്നാട് ഇപ്പൊ ശർക്കരയും തേറും തങ്കലും എന്നൊക്കെ ഉള്ളത് നമുക്ക് കച്ചറപ്പാൽ എന്ന ഉദ്യാനത്തിൽ നിന്നൊക്കെ ആലോചിച്ച് വെക്കാം ഉദ്വാ തടാകം ജാർഖണ്ഡ് ഗച്ചയോ പാൽറി തണ്ണീർത്തടം എവിടെയാണ് സിക്കിമാണ് ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 89 ആണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ കൂട്ടുകാരൻ നോട്ട് ചെയ്ത് വെക്കുക UAE ആണ് റിവർ ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന ഓങ്കോസെർസിയാസിസ് പൊതുജനാരോഗ്യ പ്രശ്നം ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ നിങ്ങൾ പഠിച്ചു വെക്കണം അത് നൈജർ എന്ന് പറയുന്ന രാജ്യമാണ് റിവർ ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന ഓങ്കോസെർസിയാസിസ് പൊതുജനാരോഗ്യ പ്രശ്നം ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം നൈജർ ആണ് ഈ നേട്ടം കൈവരിച്ച 5ാമത്തെ രാജ്യം കൂടിയാണ് നൈജർ കേട്ടോ നോക്കൂ ട്രക്കോമ എന്ന് പറയുന്ന രോഗം PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ട്രക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ ഒരു ബാക്ടീരിയ രോഗമാണോ വൈറസ് രോഗമാണോ PSC ചോദിക്കാറുണ്ട് ബാക്ടീരിയ രോഗമാണ് ട്രക്കോമ അത്തരത്തിൽ ട്രക്കോമയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള അന്ധതയ്ക്കുള്ള 2ാമത്തെ പ്രധാന പകർച്ചവ്യാധിയാണ് ഇത് ഓങ്കോസെർസിയാസിസ് അതിനെയാണ് റിവർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുക ഓക്കെ അടുത്തൊരു പോയിന്റ് ആണ് 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് കലാപം ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമാ വിവാദമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് അപ്പൊ ഓർത്ത് വെച്ചേക്ക കൂട്ടുകാര് 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് കലാപത്തിലെ അതിജീവിതയുടെ പേരാണ് സാക്കിയ ജാഫ്രി കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ച കർഷകനാണ് ചെറുവയൽ രാമൻ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ആണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസ് വകുപ്പിന്റെ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് സ്പോട്ട് പോയിട്ട് ട്രാപ്പ് ചെയ്യാം പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സ്വന്തം റെയിൽ ആലോചിക്കുക കേട്ടോ റെയിൽവേയുടെ സ്വന്തം ആപ്പ് എന്നാലോചിക്കുക പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാല പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സ്വറെയിൽ ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് മക്കളെ കച്ചിലെ ഗുണേരി ഗ്രാമമാണ് ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥലം സംസ്ഥാനത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോള് പിരിവിനെ പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 കോടിയിലേറെ ചെലവുള്ള റോഡും പാലവുമാണെങ്കിൽ ടോള് പിരിക്കാം ഓർത്ത് വെച്ചേക്കുക കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ പിരിവിന് പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം 50 കോടിയാണ് മദർ തെരേസ ദ ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് നവീൻ ചൗളയാണ് മദർ തെരേസയുടെ പേരിലൊരു പുസ്തകം എഴുതുന്നു ആരാണ് നവീൻ ചൗള ഇദ്ദേഹം അന്തരിച്ച മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേട്ടോ ഏകദേശം 17 മിനിറ്റോളം 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യന്റെ പേരാണ് മക്കളെ ഈസ്റ്റ് ആലോചിച്ച് വെക്കുക ചൈന ഒരു കൃത്രിമ സൂര്യൻ ഉണ്ടാക്കി എന്ത് പേരിട്ടു അതിന് കിഴക്കല്ലേ സൂര്യോദിക്കുക ചൈന അല്ലെ കിഴക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ചൈനയിൽ എന്തുദിക്കുന്നു സൂര്യൻ ഇപ്പൊ കിഴക്കിന്റെ പേര് ഈസ്റ്റ് എന്ന് കിട്ടും എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിങ് ടൊക്കമാക് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം പക്ഷെ നമ്മൾ ഈസ്റ്റ് എന്ന് പഠിച്ചു വെച്ചാൽ മതി സ്ത്രീ സുരക്ഷയും ശാക്തീകരണത്തിനുമുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ ശക്തി
ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ അടുത്തിടെ കണ്ടെത്തിയ സുവർണ തലയുള്ള പക്ഷിയാണ് സിസ്റ്റിക്കോള എക്സിലസ്. എന്താടാ സിസ്റ്റിക്കോള? എന്ത് കോള? സിസ്റ്റിക്കോളയാട്ടോ. അതൊരു സുവർണ തലയുള്ള പക്ഷിയാണ് സിസ്റ്റിക്കോള എക്സിലസ്. രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്താനും കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റി. നോക്കൂ മക്കളെ, ഇലക്ഷന്റെ സുതാര്യത, തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കുന്നു, അതിന്റെ കൃത്രിമമുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ സസൂക്ഷ്മം അല്ലെ, എത്ര ഹൈറ്റിലാണെങ്കിലും നമ്മുടെ പരുന്ത് ഇങ്ങനെ ഇരയെ കണ്ടെത്തും താഴെ അല്ലെ. ഇപ്പൊ നദിയിലോ കടലിലോ ഒക്കെ ഇങ്ങനെ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മുകളിൽ നിന്ന് ഇങ്ങനെ പറന്ന് വന്ന് റാഞ്ചി കൊണ്ടുപോകും. അപ്പൊ ആ ഈഗിളിനെ പോലെ നോക്കുന്നു കോൺഗ്രസ്. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. എവിടെ വെച്ചിട്ട് നടന്നു? നോട്ട് ചെയ്ത് വെക്കണം. മലേഷ്യ. എവിടെയാണ്? മലേഷ്യയിൽ വെച്ചിട്ടാണ് അണ്ടർ-20 അല്ലെ, അണ്ടർ-19 2020 എന്ന് വെച്ചാൽ 19 വയസ്സ് താഴെയുള്ള 2020 ലോകകപ്പ് വനിതകളുടെ മത്സരം നടന്നത് മലേഷ്യയിൽ വെച്ചിട്ടാണ്. അവിടെ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. മലേഷ്യയിൽ വെച്ച് നടന്നു, ഇന്ത്യ വിജയിച്ചു, ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാമത്തെ കിരീടമാണ് ഈ അണ്ടർ-19 കേട്ടോ. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ 7 മത്സരങ്ങളിൽ നിന്ന് 380 റൺസും 7 വിക്കറ്റും സ്വന്തമാക്കിയ താരമാണ് ജി തൃഷ. ചോദിക്കുക എങ്ങനെയായിരിക്കും? അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ 2025 ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിന്റെ പേര് തൃഷ. ആലോചിക്കുക, സിനിമ നടി തൃഷയല്ലേ, വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ. കൂടുതൽ വിക്കറ്റുകൾ നേടിയതോ അത് മറ്റാരുമല്ല, വൈഷ്ണവി ശർമ്മയാണ്. വൈഷ്ണവി ശർമ്മ കൂടുതൽ വിക്കറ്റ് നേടുന്നു. വൈഷ്ണവി ശർമ്മ ബോളർ ചെയ്യുന്നു, ബാറ്റ് എടുത്ത് അടിക്കുന്ന തൃഷയാണെന്ന് ആലോചിച്ച് വെക്കുക. അവയവമാറ്റം കൂടാതെ തന്നെ ഹൃദയത്തെ സുഖപ്പെടുത്താനാകുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ച രാജ്യമാണ് ജർമ്മനി. അവയവമാറ്റം കൂടാതെ തന്നെ ഹൃദയത്തെ സുഖപ്പെടുത്താനാകുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ച രാജ്യമാണ് ജർമ്മനി. 1700 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള എറ്റമാഡ് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ച രാജ്യമാണ് കൂട്ടുകാരെ ഇറാൻ. 1700 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള എറ്റമാഡ് എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ ആരാണ്? ഇറാനാണ്. കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമാണ് ബ്രിട്ടൻ. കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമാണ് ബ്രിട്ടൻ. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഇ-കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ പോക്കറ്റിലാലോചിക്കും അല്ലെ. കുടുംബശ്രീയുടെ ഇ-കൊമേഴ്സ് പോർട്ടൽ, നമ്മൾ ഈ പറയുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറയുന്ന പോക്കറ്റ് മാർട്ട് ആലോചിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ ആരാണ്? പ്രജ്ഞാനന്ദയാണ്. കൂട്ടുകാരെ തെറ്റിക്കരുത്, നിങ്ങൾ ഒരു പക്ഷേ ഡി ഗുകേഷ് എഴുതാൻ സാധ്യതയുണ്ട്. ടാറ്റ എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രഗത്ഭനായ വ്യവസായി അല്ലേ. അപ്പൊ ടാറ്റയുടെ പേരിൽ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ ആരാണ്? പ്രജ്ഞാനന്ദ. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ആണ് ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻഷിപ്പ്. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ആണ്. വിശ്വനാഥ് ആനന്ദിന് ശേഷം വിജയിയാവുന്ന ആദ്യത്തെ ഇന്ത്യൻകാരൻ കൂടിയാണ് പ്രജ്ഞാനന്ദ. ചരിത്രമാണ്. വിശ്വനാഥ് ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ ആവുന്ന ഇന്ത്യക്കാരനാണ് ആര്? പ്രജ്ഞാനന്ദ. ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷ്. അവിടെ ഒരു പോയിന്റ് എന്താണ്? ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഡി ഗുകേഷ് ആണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് പ്രജ്ഞാനന്ദ ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ ആവുന്നത്. ക്ലിയർ ആണോ? 825 വർഷം പഴക്കമുള്ളതും 53 വർഷത്തിന് ശേഷം വീണ്ടും തുറക്കുന്നതുമായ കേരളത്തിലെ സിനഗോഗാണ് കൊച്ചിയിലെ സിനഗോഗ്. ഏതാണത്? കടവും ഭാഗം. ആ എക്സാക്ട് പ്ലേസ്, എറണാകുളത്തെ സ്ഥലം ഓർത്ത് വെച്ചേക്കുക. സിനഗോഗ് ജൂതന്മാരുടെ ആരാധനാ കേന്ദ്രമാണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ. 825 വർഷം പഴക്കമുള്ളതും 53 വർഷത്തിന് ശേഷം വീണ്ടും തുറക്കുന്നതുമായ കേരളത്തിലെ സിനഗോഗാണ് കടവും ഭാഗം സിനഗോഗ്, കൊച്ചി. 2025 ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. എന്താണ് 2025 തീം? യുണൈറ്റഡ് ബൈ യുണീക്ക്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. 1 മാർക്ക് കിട്ടും. എന്താണ് മക്കളെ? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ? ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക നിങ്ങൾ, കാരണം ചോദിക്കാം. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? നമ്മുടെ പ്രിയ താരം മഞ്ജു വാര്യർ ആണ്.
ഓക്കെ, വീണ വിജയൻ വനിതാ ശിശു ക്ഷേമ വകുപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അവരുടെ ഫോട്ടോ കാണാം, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാണാം. പിന്നീട് മഞ്ജു വാര്യർ ആരോഗ്യമാനന്ദം, അകറ്റാമർബുദം. സ്തനാർബുദ ഗവേഷണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കിയ IIT ഏതാന്ന് ചോദിച്ചാൽ IIT മദ്രാസ് ആണ്. സ്തനാർബുദ ഗവേഷണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കിയത് IIT മദ്രാസ്. ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി അവതരിപ്പിച്ച ഒരു പദ്ധതി, ഇത് ബജറ്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വീടുകൾക്കൊക്കെ പുനർനിർമ്മിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് നൽകിയ ബജറ്റിലെ ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതി ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി തരാം. സ്വാമി എന്ന് എഴുതുക. എന്ത് എഴുതാം? സ്വാമി അല്ലെ എന്ന് എഴുതിയൊരു സ്പേസ് ഇട്ട് വേണമെങ്കിൽ എഴുതിക്കോ. അപ്പൊ സ്വാമിയുടെ കയ്യിൽ അച്ഛൻ കൊടുത്ത പൈസ കൊണ്ട് സ്വാമി റിയൽ എസ്റ്റേറ്റിൽ പോയി കേട്ടോ. സ്വാമിയുടെ കയ്യിൽ അച്ഛൻ സ്വാമിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയും ആലോചിക്കാം. സ്വാമിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു എന്നും ആലോചിച്ച് വെക്കാം നമുക്ക്. അപ്പൊ സ്വാമി എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, അതായത് BCCI അല്ലെ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായ CK നായിഡു അവാർഡ് കിട്ടിയത് ആർക്കാണ്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ മക്കളെ, CK നായിഡുവിന്റെ പേരിലുള്ള പുരസ്കാരം BCCI നൽകുന്ന ആജീവനാന്ത പുരസ്കാരമാണ്. ഈ പറയുന്ന CK നായിഡു അവാർഡ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസ താരത്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. ആദ്യ വിജയി ലാല അമർനാഥ് ആണ്. 1994 ഈ പുരസ്കാരം ആദ്യമായി നൽകുന്നത്. 1994 ആദ്യ വിജയി ലാല അമർനാഥ് ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിനാണ് 2025 CK നായിഡു അവാർഡ് ലഭിക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്നത്. നോക്കൂ, യൂട്യൂബ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇത്തരം പോയിന്റുകൾ ഒരു പക്ഷേ കിട്ടത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാം. CK നായിഡുവാണ്. 2023-24 വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പോളി ഉംറിഗർ. നോക്കൂ, ഇങ്ങനെ സാധാരണ ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. BCCI നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ആർക്ക് എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ എഴുതണം ജസ്പ്രീത് ബുംറയാണ് 2023-24 വർഷത്തെ മികച്ച പുരുഷ താരം ജസ്പ്രീത് ബുംറ. മികച്ച വനിതാ താരം ആരെന്ന് ചോദിച്ചാൽ സ്മൃതി മന്ദാന എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? സ്മൃതി മന്ദാനയാണ് മികച്ച വനിതാ താരം. 2023-24 വർഷത്തെ മികച്ച വനിതാ താരം സ്മൃതി മന്ദാന, പുരുഷ താരം ജസ്പ്രീത് ബുംറ. CK നായിഡു അവാർഡ് അഥവാ ആജീവനാന്ത പുരസ്കാരം കിട്ടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ വൈദ്യുതി നിരക്കുകൾ താരതമ്യം ചെയ്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ ഗാർഹിക വൈദ്യുതി നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് മക്കളെ. ഒരു യൂണിറ്റിന് കേരളം നൽകുന്നത് 1.50 രൂപയാണ് നമ്മൾ ഈ പറയുന്ന ഗാർഹിക യൂണിറ്റിന് നൽകേണ്ട തുക. അപ്പൊ കേരളമാണ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം. 77ാമത് സൈനിക ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയിലുടനീളമുള്ള ബാറ്റിൽ ഫീൽഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഭാരത് രൺഭൂമി ദർശൻ സംരംഭം. ഭാരതത്തിന്റെ രണഭൂമികളിലൂടെ നമുക്കൊന്ന് ദർശിക്കാം എന്ന് ചിന്തിക്കുക. അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 77ാമത്തെ സൈനിക ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയിലുടനീളമുള്ള ബാറ്റിൽ ഫീൽഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഭാരതത്തിന്റെ രണഭൂമി. ആലോചിക്കുക, ഭാരത് രൺഭൂമി ദർശൻ സംരംഭം. സുഭദ്ര പദ്ധതി ആവിഷ്കരിച്ച സ്റ്റേറ്റ് ഏതാണ്? സുഭദ്രയുടെ നാട് ഒഡീഷയാണെന്ന് പഠിച്ചു. അല്ലെങ്കിൽ സുഭദ്ര ഒടിഞ്ഞു കുത്തിപ്പോയി. 21 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് കൃത്യമായിട്ട് പഠിക്കണം എന്താണ് സുഭദ്ര പദ്ധതി. 21 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഉള്ള ഒരു ശാക്തീകരണം ലക്ഷ്യമിട്ട് ഒഡീഷയിലെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഭദ്ര. 21 മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്കുള്ള സാമ്പത്തിക സഹായം. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി iSpot പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? സാമ്പത്തികമല്ലേ, സാങ്കേതിക തകരാറുകൾ അല്ലെ. സെബി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനം സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി iSpot എന്നൊരു പോർട്ടൽ ആരംഭിച്ചു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി. കൂട്ടുകാർക്ക് അറിയാലോ. അപ്പൊ iSpot മറക്കട്ടെ, സെബിയുടെ iSpot. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതത്തിന്റെ പേരാണ് താരനക്കി മൗനങ്ക. നോക്കൂ, മംനങ്ക അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു താരമാണ്.
മിണ്ടാതിരിക്കുന്ന മൗനത്തിലിരിക്കുന്ന ഗംഗയെ പോലെ എന്നൊക്കെ ആലോചിക്കുക അല്ലെ. മൗനങ്ക എന്നൊക്കെ പറയുന്ന ആര് മൗനത്തിലാണ്. പക്ഷെ ഇദ്ദേഹം താരമാണ്. അദ്ദേഹം ഒരു വ്യക്തിത്വ പദവി കിട്ടുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിന്. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനക്കി മൗനങ്ക. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ ജീവകാരുണ്യ പ്രവർത്തകനും ശതകോടീശ്വരനും ഷിയ ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ വ്യക്തിയാണ് ആഗാ ഖാൻ. ആഗാ ഖാൻ കൊട്ടാരവും അതുപോലെ തന്നെ 1905 മുസ്ലിം ലീഗിന്റെ രൂപീകരണം 1906 മുസ്ലിം ലീഗിന്റെ രൂപീകരണമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ആഗാ ഖാൻ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു പേര് നിങ്ങൾ ആലോചിച്ച് വെക്കുക. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനം ശതകോടീശ്വരനുമായ വ്യക്തിയാണ്, ആത്മീയ നേതാവാണ് ആഗാ ഖാൻ. ഷിയ ഇസ്മായിലി മുസ്ലിങ്ങളുടെ കേട്ടോ. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം വർഷമായി ആചരിക്കാൻ യുനെസ്കോയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. 2025 ക്വാണ്ടം വർഷമാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ അത് ആചരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ആഘോഷിക്കാൻ തീരുമാനിച്ച ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാർഷിക വായ്പകളുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാർഷിക വായ്പകൾ. കേരളത്തിന്റെ സ്ഥാനം 9 സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പിന്റെ കർത്താവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പിന്റെ കർത്താവ് ബിൽ ഗേറ്റ്സ് ആണ്. ആരാണ്? ബിൽ ഗേറ്റ്സ് ആണ്. 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂരാണ് കൂട്ടുകാരെ. 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂരാണ്. അതിന്റെ പ്രമേയം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതാണ്. ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 2026 വേദി വരുന്നത് ഇന്ത്യയാണെന്ന കാര്യം മറന്നു പോകേണ്ട, ഇന്ത്യയാണ്. സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനായി ചിപ്പ് രൂപകൽപ്പനയ്ക്കുള്ള മികവിന്റെ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അപ്പൊ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് ചിപ്പ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രം പ്രധാനമായിട്ടും ഇന്ത്യയിൽ വരുന്ന എവിടെയാണ്? നോയിഡയിലാണെന്ന് പഠിച്ചു വെക്കുക. എവിടെയാണ്? നോയിഡ. കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 37ാമത്താണ് കേട്ടോ. 36 നമ്മൾ കഴിഞ്ഞ പഠിച്ചിരുന്നു, കാസർഗോഡ് അല്ലെ. അപ്പൊ ഇത് തൃശ്ശൂരാണെന്ന് പഠിച്ചു വെക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് 15,000 രൂപ ധനസഹായം നൽകുന്ന തള്ളിക്ക് വന്ദനം. എന്താണ്? തള്ളേനെ വന്ദിക്കണമെന്നോ അല്ലെങ്കിൽ വണ്ടിയിലേക്ക് തള്ളി തള്ളി കുട്ടികളെ വിടണം അല്ലെ. സ്കൂളിൽ പോകാൻ മടിയാടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തള്ളു 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 തള്ളാസ് വണ്ടി എന്നല്ല. അപ്പൊ തള്ളകളെ, നമ്മുടെ അമ്മമാരെ കുറിച്ചാട്ടോ, തള്ളകളൊന്നും വിളിക്കരുതേ, ഞാൻ പഠിക്കാൻ വേണ്ടി പറയാണേ. അപ്പൊ തള്ളി അല്ലെ, തള്ളിക്ക് വന്ദനം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്ക് കിട്ടൂലടാ, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർ. അപ്പൊ നമുക്കത് പോയിന്റ് കിട്ടും. ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ ഇതൊക്കെ. അപ്പൊ ഇത്തരം PDF നമ്മൾ ഈ ക്ലാസ് ഒരു മാരത്തോൺ ആണ്. ഇത് സിംഗിൾ ക്ലാസ്സുകളായിട്ട് നമ്മുടെ മറ്റൊരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ച ടെലഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും. പിന്നെ ഒരു 100 രൂപ കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ഡെയിലി 5:30 ടെലഗ്രാമിലൂടെ ഓഡിയോ ക്ലാസ്സുകൾ ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. അതിന്റെ PDF നോട്ടൊക്കെ കിട്ടും. വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആ ഒരു നമ്പർ നമ്മുടെ കമന്റിൽ കാണാം. നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ, അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കോഴ്സ് ടെലഗ്രാമിൽ വർഷങ്ങളായി 1.5 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. കറണ്ട് അഫയേഴ്സ് ഒരുപാട് പിള്ളേർക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. അനധികൃത കുടിയേറ്റം ആരോപിച്ച് വിലങ്ങും ചങ്ങലയും അണിയിച്ച് 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ച രാജ്യമാണ് അമേരിക്ക. അനധികൃത കുടിയേറ്റം ആരോപിച്ച് വിലങ്ങും ചങ്ങലയും അണിയിച്ച് 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ച രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം. നോക്കൂ കൂട്ടുകാരെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം തിരുനെൽവേലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം തിരുനെൽവേലിയാണ്. ഓർത്തു വെച്ചേക്കണേ. അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ്. എവിടെയാണ്? അരിയുമായി ബന്ധപ്പെട്ട് ഫിലിപ്പൈൻസ് ആലോചിക്കുക കേട്ടോ. അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ. 2025 ഫെബ്രുവരിയിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം നടപ്പിലാക്കിയ ആദ്യ സ്റ്റേറ്റ് ആണ് കർണാടക. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ലേ? അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 നമുക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് മരിക്കാനുള്ള അവകാശവും. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കർണാടക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവിൽ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ ഇറാനിൽ ഒരു തുറമുഖമുണ്ട്. അതേതാണ് തുറമുഖം? ഇറാനും US തമ്മിലുള്ള ശത്രുത നിങ്ങൾക്ക് അറിയുന്നതാണ്. ചബഹാർ തുറമുഖമാണ്. എവിടെയാണ്? ചബഹാർ തുറമുഖം.
ചബഹാർ തുറമുഖത്ത് ഇന്ത്യ വികസിപ്പിച്ച ടെർമിനലാണ് ഷഹീദ് ബെഹഷ്കി. നോക്കൂ, ബഹിഷ്കരിക്കുക എന്നാലോചിക്കുക അമേരിക്ക. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടി എന്താക്കാം, ഇന്ത്യയുടെ ടെർമിനൽ കിട്ടും. ഷഹീദ് ബെഹഷ്കി ടെർമിനൽ, ഷഹീദ് ബെഹഷ്കി ടെർമിനൽ കേട്ടോ. കേസ് അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നത് അതിക്രമമാണെന്ന് വിലയിരുത്തിയ കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. കേസ് അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നത് അതിക്രമമാണെന്ന് വിലയിരുത്തിയ കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. സിസ്റ്റം തകരാറിനെ തുടർന്ന് മധ്യപ്രദേശിലെ ശിവപുര ജില്ലയിൽ തകർന്നു വീണ ഇന്ത്യയുടെ വ്യോമസേന മിസൈലാണ് മക്കളെ മിറാഷ് 2000. മിറാഷ് സിസ്റ്റം തകരാറിനെ തുടർന്ന് മധ്യപ്രദേശിലെ ശിവപുര ജില്ലയിൽ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനമാണ് മിറാഷ് 2000. അപ്പോ കേസ് അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്ന അതിക്രമമാണെന്ന് വിലയിരുത്തിയത് മദ്രാസ് ഹൈക്കോടതി. പ്രായപൂർത്തിയാകാത്തവർക്കുള്ള ലിംഗമാറ്റം നിരോധിച്ച രാജ്യമാണ് അർജന്റീന. പ്രായപൂർത്തിയാകാത്തവർക്ക് ലിംഗമാറ്റം നിരോധിച്ചോ അല്ലെ? മെസ്സിയുടെ നാട് ആലോചിക്കുക, അർജന്റീന. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം, വളരെ വിഖ്യാതമായ ഫോർട്ട് വില്യം എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ് ഇനി മുതൽ എന്ത് പേരിൽ അറിയപ്പെടും? വിജയ് ദുർഗ് എന്നറിയപ്പെടും. ദുർഗ് എന്ന് കേൾക്കുമ്പോൾ ബംഗാളിലെ ദുർഗാദേവിയൊക്കെ ആലോചിക്കുക. അപ്പൊ വിജയ് ദുർഗ്, വില്യം ഫോർട്ട്. ആ വില്യം ഫോർട്ടിന്റെ ആസ്ഥാനത്തിന്റെ ഒരു കവാടമാണ് സെയിന്റ് ജോർജ് കവാടം. സെന്റ് ജോർജ് കവാടം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ശിവജി കവാടം എന്നാണ്. എന്താണ് അറിയപ്പെടാൻ പോകുന്നത്? ശിവജി കവാടം. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കുന്നത്? പ്രതിമകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പറയുന്ന തിരുവള്ളുവരിന്റെ പ്രതിമ ഫിലിപ്പൈൻസിൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ പ്രതിമ 2025 കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. ശിവജിയുടെ പ്രതിമ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് വരുന്നത് ചോദിച്ചാൽ ടോക്കിയോയിലാണ്. ജപ്പാനിൽ വരുന്ന രാജ്യം ജപ്പാൻ, ടോക്കിയോ. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല എവിടെയാണ്? മഹാരാഷ്ട്രയിൽ വരുന്നു. സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം ഏതെന്ന് ചോദിക്കാം. രേവയാണ് മക്കളെ. എവിടെയാണ് രേവ അല്ലെ? രേവ എന്ന് കേൾക്കുമ്പോൾ ഇനി വെള്ളക്കടുവ, രേവ എന്ന് പേരിടുന്നു വെള്ളക്കടുവയ്ക്ക് അല്ലെ? നല്ല രസമല്ലേ കാണാൻ? മധ്യപ്രദേശിലെ രേവ. ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്ത സംസ്ഥാനത്തെ മികച്ച രക്തബാങ്ക് എവിടെയാണ് ചോദിച്ചാൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ് ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്ത സംസ്ഥാനത്തെ മികച്ച രക്തബാങ്ക്. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് 2024 ആണോ? അല്ല, 2424. നമ്മൾ അറിയാതെ അങ്ങനെ 24 ഒക്കെ വായിച്ചു പോകും. അപ്പൊ 2424, 2024 അല്ല, 2424 കോടിയുടെ വായ്പാ പദ്ധതി 24 അല്ലെ നൽകുന്ന ബാങ്കാണ് ലോക ബാങ്ക്. ലോക ബാങ്കിന്റെ സഹായ സംവിധാനമായ പ്രോഗ്രാം ഫോർ റിസൾട്ട് എന്ന രീതിയിലാണ് ഈ ഒരു പൈസ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്നത് ലോക ബാങ്ക്. 2424 കോടി. AI ബാലപ്രതിഭയായി തെരഞ്ഞെടുത്ത 9ാം ക്ലാസ്സുകാരൻ, കേരളത്തിലെ മിടുക്കനായ ഒരു കുട്ടിയാണ്. നിങ്ങൾ പലപ്പോഴും യൂട്യൂബ് വീഡിയോകളിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുട്ടിയെ. മോന്റെ പേര് റൗൾ ജോൺ അജു. എന്താണ്? റൗൾ ജോൺ അജു ആണ് AI ബാലപ്രതിഭയായി തെരഞ്ഞെടുത്ത 9ാം ക്ലാസ്സുകാരൻ. മീ ബോട്ട് എന്ന പേരിൽ AI അധിഷ്ഠിത റോബോട്ട് നിർമ്മിച്ചത് ഈ കുട്ടിയാണ് കേട്ടോ. മീ ബോട്ട് എന്ന പേരിൽ AI അധിഷ്ഠിത റോബോട്ട് നിർമ്മിച്ചിട്ടുണ്ട്. 38ാമത്തെ ദേശീയ ഗെയിംസ് ഫുട്ബോൾ വിജയികളായത് ആരാണ്? ദേശീയ ഗെയിംസിന്റെ പല പോയിന്റുകൾ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫുട്ബോൾ. അപ്പൊ ദേശീയ ഗെയിംസ് ഫുട്ബോൾ വിജയിച്ചത് കേരളമാണ്. ഉത്തരാഖണ്ഡ്, അവിടെ വെച്ചിട്ടാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. ആ ദേശീയ ഗെയിംസിൽ ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുന്നു. അവിടെ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തി കേരളം ഫുട്ബോളിൽ വിജയിച്ചു. ഇസ്കന്ദർ മിർസ എന്നൊരു വ്യക്തിയെ നിങ്ങൾ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ആരാണ് ഇസ്കന്ദർ മിർസ എന്ന് അറിയുന്ന ആരെങ്കിലും ക്ലാസ് കാണുന്നവരുടെ ഒന്ന് കമന്റ് ചെയ്ത്. പാകിസ്ഥാന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വേറെ എന്തെങ്കിലും പദവിയിൽ ഇരുന്ന ആളാണോ ഇസ്കന്ദർ മിർസ? എന്നാൽ ഇത് ഇസ്കന്ദർ എന്താണ്? ഇസ്കന്ദർ എന്നാണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും ഇസ്കന്ദർ എന്ന തന്ത്രപരമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം ചോദിച്ചാൽ ഈ ഇസ്കന്ദർ പാകിസ്ഥാൻ ഒന്നുമല്ല. എവിടെയാണത്? റഷ്യയാണ്. ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസമായ സൈക്ലോൺ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സൈക്ലോൺ. ആ സൈക്ലോൺ 2025 വേദി രാജസ്ഥാനാണ് മക്കളെ. ഇന്ത്യയും ഈജിപ്തും സംയുക്തമായ സൈനികാഭ്യാസമായ സൈക്ലോൺ 2025 വേദി രാജസ്ഥാൻ. 2025 ഹെൻലി പാസ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. നോക്കൂ, ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 89 ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക ഇത് 6 മാസം കൂടുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്യണം നിങ്ങൾ ഹെൻലി പാസ്പോർട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കേട്ടോ. നിലവിൽ
ഹെൻലി പാസ്പോർട്ട് സൂചിക 80-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. രാജ്യത്തെ സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി ഇന്ത്യൻ ബാങ്കുകൾക്ക് നിർദ്ദേശിച്ച പുതിയ ഡൊമൈന്റെ പേരാണ് bank.in. പുതിയ ഡൊമൈൻ ആണ്. രാജ്യത്ത് സൈബർ തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയുള്ള ഡൊമൈൻ ആണ് ഏത്? bank.in. കുട്ടികളുടെ റോഡ് സുരക്ഷയ്ക്കായി ഒരു ദേശീയ റോഡ് മാപ്പ് പുറത്തിറക്കിയ സംഘടനയാണ് യുണിസെഫ്. പഠിച്ചു വെക്കണേ മക്കളെ. കുട്ടികളുടെ റോഡ് സുരക്ഷയ്ക്കായി ഒരു ദേശീയ റോഡ് മാപ്പ് പുറത്തിറക്കിയ സംഘടനയാണ് യുണിസെഫ്. അടുത്തിടെ IVF വഴി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മൃഗഭ്രൂണങ്ങൾ ഏതിൻ്റെതാണ്? മക്കളെ, മൃഗത്തിന്റെ ഭ്രൂണം IVF വഴി. നമ്മള് ക്ലോണിങ്ങിലൂടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ IVF പുതിയൊരു ഫാക്ട് ആണ്, പഠിച്ചു വെക്കുക. അടുത്തിടെ IVF വഴി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മൃഗഭ്രൂണങ്ങള് കങ്കാരുവിൻ്റെതാണ്. രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. പഠിച്ചു വെക്കുക. രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ എ ഭുവനേശ്വർ, ഓപ്ഷൻ ബി വിശാഖപട്ടണം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 4 ഓപ്ഷൻ നിങ്ങൾക്ക് തരും. അപ്പൊ ഭുവനേശ്വറിലാണോ, വിശാഖപട്ടണത്താണോ, അതല്ലെങ്കിൽ ഈ പറയുന്ന ചെന്നൈയിലാണോ? സൗത്ത് ആണല്ലോ അല്ലെ. അപ്പൊ സൗത്ത് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടണം കൊൽക്കത്തയിലാണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഏതാണെന്ന് കേട്ടോ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? സന്ധ്യ മേരിയുടെ മെരിയ ജസ്റ്റ് മെരിയ, മരിയ വെറും മരിയ. അപ്പൊ സന്ധ്യ മേരിയുടെ കൃതി മരിയ വെറും മരിയ, അതിനെന്ത് കിട്ടുന്നു? മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടുന്നു. ഗ്രാമവികസനത്തിനായി വികസിത ഗാവ്, വികസിത ഗാവ് എന്നാട്ടോ, പക്ഷെ നമ്മൾ എഴുതുമ്പോഴാ വികസിത ഗാവോൺ. കണ്ടോ നിങ്ങള്? അപ്പോ ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ട് വികസനം, വികസിത ഗാവ്, ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അവിടെ ആരംഭിച്ചതാണ് ഏത്? വികസിത ഗാവ് എന്ന് പറയുന്ന പ്രോജക്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക അല്ലെങ്കിൽ സംസ്ഥാന സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതിനുള്ള കാരണം എന്താണ് മക്കളെ? അത് ഹൃദ്രോഗമാണ്. 2024 സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരമാണ്. 2025 ഫെബ്രുവരിയിൽ രാജിവെച്ച മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ചോദിക്കാം? മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാബലേശ്വറിലാണ്. മഹാബലേശ്വറിലാണ്. അടുത്തിടെ ഫിയസ്റ്റിന്റെ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? അടുത്തിടെ ഫിയസ്റ്റ് എന്ന സോഫ്റ്റ്വെയർ പുറത്തിറക്കിയ സ്ഥാപനം ISRO ആണ്. കൂട്ടുകാരെ, ISRO ആണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാനാണ്. ഇന്ത്യയാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കളിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാനായിരുന്നു. വിജയിച്ചത് ഇന്ത്യയാണ്. ഉറപ്പായിട്ടും പഠിക്കണം, ചോദ്യം വരും കേട്ടോ. ഇന്ത്യ ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയത്. ക്ലിയർ ആണേ? ഫൈനൽ മത്സരം നടന്നത് പാകിസ്ഥാനിലാണോ? അല്ല. ഫൈനൽ മത്സരം നടന്നത് ദുബായിലാണ്. നോക്കൂ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വേദിയാണ്, എന്നാൽ ഫൈനൽ മത്സരം നടന്നത് ദുബായിലാണ്. ദുബായിൽ വെച്ചിട്ട് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യ വിജയിച്ചു. പ്ലെയർ ഓഫ് ദി സീരീസ്, നമ്മുടെ ഈ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി സീരീസ് രച്ചിൻ രവീന്ദ്രയാണ്. ഇന്ത്യക്കാരനല്ല കേട്ടോ, ഇദ്ദേഹം ന്യൂസിലാൻഡ് പ്ലെയർ ആണ്. രച്ചിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മാറ്റ് ഹെൻറി ആണ്. കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മാറ്റ് ഹെൻറി. ICC ചാമ്പ്യൻസ് ട്രോഫി കൂടുതൽ വിക്കറ്റുകൾ നേടിയത് മാറ്റ് ഹെൻറി. ഇന്ത്യയിലെ 7 നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദി റോഡ് ദി ഇന്ത്യ ടൂർ പരിപാടിയുടെ ഭാഗമായി തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സന്ദർശിച്ച വിഖ്യാത ജർമ്മൻ ചലച്ചിത്രകാരൻ ആരാണ്? വിം വെൻഡേഴ്സ് ആണ്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ആലോചിക്കാൻ ഇങ്ങനെ ഓർത്തു വെച്ചോളൂ. നമ്മുടെ വളരെ പ്രസിദ്ധനായ ഈ ഒരു സിനിമാക്കാരൻ, സംവിധായകൻ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി, ഇദ്ദേഹം ഇവിടെ വന്നു കേരളത്തിൽ, തിരുവനന്തപുരത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വലിയ അറിയപ്പെടുന്ന ജർമ്മനിയിലെ ഒരു സിനിമാക്കാരൻ വന്നപ്പോൾ നമ്മൾ വിമ്മ് കലക്കി കൊടുത്തു. അവസാനം ഇയാൾ വെന്റിലേറ്ററിലായി. എവിടെയായി? വിമ്മ് കലക്കി കൊടുത്ത സമയത്ത് ഇദ്ദേഹം വെന്റിലേറ്ററിലായി എന്നാലോചിക്കുക. വിം വെൻഡേഴ്സ്. എവിടെയാണ്? വിം വെൻഡേഴ്സ് എന്ന പേര് നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്ത്യയിലെ 7 നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദി റോഡ് ദി ഇന്ത്യ ടൂർ പരിപാടിയുടെ ഭാഗമായി
തലസ്ഥാന നഗരമായ തിരുവനന്തപുരം സന്ദർശിക്കുന്ന വിഖ്യാത ജർമ്മൻ ചലച്ചിത്രകാരന്റെ പേരാണ് വിം വെൻഡേഴ്സ്. സ്വാതി സംഘടനയുടെ അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കെ ജയകുമാറിനാണ്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന് അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം കിട്ടി. 2023 കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് നമ്മുടെ ഇസ്രോയുടെ മുൻ ചെയർമാൻ എസ് സോമനാഥിനാണ്. 2026 AI ആക്ഷൻ ഉച്ചകോടിയുടെ വേദി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയാണ്. അതുപോലെ 25 ഈ വർഷം പാരീസിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത്? ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായ R-37M ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എയറിൽ നിന്നും എയറിലേക്ക് എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായ R-37M വികസിപ്പിച്ച രാജ്യം റഷ്യയാണെന്ന് ഓർത്തു വെക്കുക. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സിന്റെ ആദ്യ പതിപ്പിന്റെ വേദി നോക്കൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ 2 സ്ഥലങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു പ്രോഗ്രാം വേവ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ് 1 മുതൽ മെയ് 4 വരെ വേവ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് അത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ്. ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് മെയ് മാസത്തിൽ. ഇപ്പൊ 2025 ഇതിന്റെ ഏറ്റവും പുതിയ ഇവന്റ് നടക്കുന്നത് മുംബൈയിലാണെന്ന് പഠിച്ചു വെക്കുക. എന്നാൽ ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിരുന്നോ വേവ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സമ്മിറ്റ് എവിടെ? ന്യൂഡൽഹിയിൽ നടന്നത് ഭാരത് മണ്ഡപത്തിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെയായിരുന്നു നടന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് സംശയമുള്ളവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ 2ന്റെ ഇമേജ് കൊടുത്തത്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ആദ്യ പതിപ്പിന്റെ വേദി മുംബൈ ആണെന്ന് ഓർത്ത് വെച്ചേക്കണേ. 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി ഏത് സംസ്ഥാനത്താണ് സംഘടിപ്പിക്കുന്നത്? ഗുജറാത്തിലാണ്. 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ബംഗ്ലാദേശിലെ അക്രമവും നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡബിൾ ഹണ്ട്. എല്ലാ ഡബിളിനെയും പിടിക്കണം അല്ലെ? ഓപ്പറേഷൻ ഡബിൾ ഹണ്ട്. മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തം എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ഭക്ഷ്യ കാർഷിക സംഘടന അതിന്റെ പേരാണ് ഉഗ്ബാദ്. എന്താണ് നോക്കൂ, ഉഗ്ബാദ്. ആ ഒരു വെറൈറ്റി പേരല്ലേ? ഭക്ഷ്യ കാർഷിക സംഘടന ഉഗ്ബാദ് എന്ന പേരിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക പദ്ധതി ആരംഭിച്ചതോടെ ഉഗ്ബാദ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇനി നിങ്ങളെ മനസ്സിലേക്ക് സോമാലിയ വരണം അല്ലെ? വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു നാടാണ് സോമാലിയ രാജ്യം. അപ്പൊ ആ രാജ്യത്ത് ഭക്ഷ്യ കാർഷിക സംഘടന ഉഗ്ബാദ് എന്ന പേരിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക പദ്ധതി വരുന്നു സോമാലിയയിൽ. MTയുടെ സ്മാരകം നിലവിൽ വരാൻ പോകുന്ന സ്ഥലം തുഞ്ചൻ പറമ്പാണ്, തിരൂർ ട്ടാ. എവിടെയാണ്? നമ്മുടെ തുഞ്ചൻ പറമ്പ് തിരൂരിലാണ് MTയുടെ സ്മാരകം നിലവിൽ വരുന്നത്. ലോകത്തെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ രണ്ടാമത്തെ തേക്കാണ്. ഒന്നാമത്തെ നിങ്ങൾക്കറിയാം കന്നിമാര തേക്ക്. അതെവിടെയാണ്? പറമ്പിക്കുളമാണ് അല്ലെ? ഇതിന്റെ പേര് കപ്പയം തേക്ക്. ഓക്കെ, നോക്കൂ, കപ്പ എന്നൊക്കെ നമ്മള് മരച്ചീനിയൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് കപ്പയുടെ കൊമ്പ് പോലെയൊക്കെ വലിയൊരു തേക്കാണ്. കപ്പ കൊമ്പ് ചെറുതാണ്. അപ്പൊ വലിയൊരു തേക്കാലൊക്കെ കപ്പ പോലത്തെ ഒരു തേക്ക് ഉണ്ട് അല്ലെ? കപ്പയം തേക്ക്. അതിരപ്പള്ളി പഞ്ചായത്തിലെ അരയക്കാപ്പ് ആദിവാസി സങ്കേതത്തിന് സമീപമുള്ള കപ്പയം നാരങ്ങത്തറ. അപ്പൊ ആ ഒരു പ്രദേശത്താണ് എന്തുള്ളത്? ഈ പറയുന്ന കപ്പയം തേക്കുള്ളത്. അതുകൊണ്ടാണ് കപ്പയം തേക്ക് എന്ന വിളിപ്പേര്. ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ രണ്ടാമത്തെ തേക്കാണ് കപ്പയം തേക്ക്. 2025 VT ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് നിലമ്പൂർ ആയിഷയാണ്. കൃത്യമായിട്ട് പഠിക്കുക. VT ഭട്ടതിരിപ്പാട് പുരസ്കാരം കിട്ടുന്നത് നിലമ്പൂർ ആയിഷ. സൻസദ് ആദർശ് ഗ്രാം യോജനയുടെ കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിച്ചത് കലഹണ്ടി, ഒഡീഷ. എവിടെയാണ്? ഡ്രോണ് പറത്തും. എപ്പോഴാണ്? പല കലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്തിലെ കണ്ടത്തിലൂടെയൊക്കെ ഡ്രോണ് പറത്തുന്ന ആലോചിക്കുക. അപ്പൊ നമ്മൾ ഡ്രോണ് പറത്താറ് എപ്പോഴാണ്? കലാപങ്ങളൊക്കെ ഉണ്ടാകുമാണ്, കലഹം ഉണ്ടാകുമാണ്. അല്ലെങ്കിൽ കലഹം ഉണ്ടാകും അപ്പം ഡ്രോണ് പറത്തും. കലഹണ്ടി ഡ്രോണ് പറത്തും. കലഹണ്ടി ഡ്രോൺ അല്ല, ഒഡീഷയാണ് കലഹണ്ടി. വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാവാൻ പോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം ഏതാണ്? അല്ലെ ഇങ്ങനെ ചോദിക്കാം, തിരുവനന്തപുരം ജില്ലയിൽ പുതുതായി തുടങ്ങുന്ന ഒരു മത്സ്യബന്ധന തുറമുഖം ഏതാണ്? 5 കോടി രൂപ അതിന് ബജറ്റിൽ വകയിരുത്തിയിരുന്ന സർക്കാർ. ഒരു വലിയ പ്രോജക്റ്റ് ആണ്. ഭാവിയിൽ 250 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലാണ്
പൊഴിയൂർ എന്ന് പറയുന്ന മത്സ്യബന്ധന തുറമുഖമാണ്. പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം ട്രിവാൻഡ്രം. ഇന്ത്യൻ എനർജി വീക്ക് 2025 തുടക്കമിട്ട ഇന്ത്യൻ നഗരം ന്യൂഡൽഹി ആണ്. ഇന്ത്യൻ എനർജി വീക്ക് ആണ്. യശോഭൂമി ഇതൊരു കൺവെൻഷൻ സെന്റർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാരത് മണ്ഡപം നമ്മൾ G20 സമയത്ത് പഠിച്ചിരുന്നു, ഭാരത് മണ്ഡപം ഒക്കെ അല്ലെ. അപ്പൊ അത്തരത്തില് ന്യൂഡൽഹിയില് ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ യശോദ എന്ന് കേൾക്കുമ്പോൾ ദ്വാരക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അല്ലെ നമ്മുടെ കഥകളിലേക്കൊക്കെ പോകും കൃഷ്ണനെ കുറിച്ചൊക്കെ. അപ്പം യശോഭൂമി എന്ന് പഠിച്ചു വെക്കുക. അത് എവിടെയാണ്? ദ്വാരകയിലാണ്, ഡൽഹിയിലാണ്. അവിടെ നല്ല എനർജി ആണല്ലേ. കൃഷ്ണൻ എന്നൊക്കെ കേൾക്കുമ്പോൾ യശോദ അല്ലെങ്കിൽ ദ്വാരക എന്നൊക്കെ ഒരു എനർജി വരണം കേട്ടോ. അപ്പൊ നമുക്ക് ചുറ്റും ഒരു എനർജി. ഇന്ത്യൻ എനർജി വീക്ക്, യശോഭൂമി, ദ്വാരക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം കിട്ടുന്നു പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. നോക്കൂ, രാജേന്ദ്ര ഗംഗാനി, നിശാഗന്ധി ഗംഗാനി. അപ്പൊ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ചോദിക്കാം. കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി നിശാഗന്ധി പുരസ്കാരം കിട്ടുന്നു. ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ. ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. ആരാടാ മക്കളെ? കല്ലൂർ ബാലനാണ് കേട്ടോ. ബാലേട്ട 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 അല്ലെ, ആ സിനിമയിലെ ലാലേട്ടൻ നല്ലൊരു പച്ച മനുഷ്യനാണ്, എല്ലാവരും സഹായിക്കുന്നത് അല്ലെ. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചോ. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും ബാലൻ ഇല്ലാത്ത നാടുണ്ടാവില്ല അല്ലെ. ബാർബറാം ബാലനൊക്കെ നമുക്കറിയാം. അപ്പൊ കല്ലൂർ ബാലേട്ടൻ എന്താണ്? പച്ച മനുഷ്യൻ. ഈ ഫോട്ടോ ഒക്കെ നോക്കുക, മനസ്സ് കയറ്റുക. ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. നിശാഗന്ധി പുരസ്കാരം കിട്ടിയത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഫയർ ആൻഡ് റെസ്ക്യൂ കിട്ടലാൻ ചോദ്യമാണേ. ഓഫീസർമാരിലെ സ്ത്രീകളിൽ നിന്നും തെരഞ്ഞെടുത്ത രാജ്യത്തിലെ ആദ്യത്തെ പെൺ സ്കൂബ സംഘത്തിന്റെ പേര്. നോക്കൂ, ഫയർഫോഴ്സിലെ വനിതകൾക്ക് അല്ലെ ഈ പറയുന്ന മുങ്ങൽ പരിശീലനമൊക്കെ കൊടുത്തുകൊണ്ട് സ്കൂബ സംഘം വരുന്നു. അതിന്റെ പേര് അവർ ശരിക്കും ആക്ച്വലി ഈ അടിയിലേക്ക് പോയിട്ട് ഗ്രാനൈറ്റ് ഒക്കെ ഉണ്ടോ തപ്പി നോക്കുന്ന പരിപാടിയായിരുന്നു ഇവർക്ക് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾക്ക്, ഈ സ്ത്രീകളുടെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു ഫയർഫോഴ്സിലെ ഈ ഒരു ടീമിന് നമ്മൾ എന്ത് പേരിടുന്നു? ഗാനെറ്റ്സ്. എന്താണ് പേര്? ഗാനെറ്റ്സ്. ഗ്രാനൈറ്റ് അല്ല, ഗാനെറ്റ്സ്. ഗാനെറ്റ്സ്. സ്കൂബ സംഘത്തിന്റെ പേര് ഗാനെറ്റ്സ്. രാജ്യത്തിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ദൗത്യത്തിലേക്ക്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. പേരെന്താണ്? ഗാനെറ്റ്സ്. CM അവരെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പത്ര കട്ടിങ്. 39ാമത് മൂലൂർ അവാർഡിന് അർഹനായത് ഷാജി നായരമ്പലമാണ്. ഓക്കെ, ഷാജി നായരമ്പലമാണ്. 39ാമത് മൂലൂർ അവാർഡിന് അർഹനായത് ഷാജി നായരമ്പലം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ. അദ്ദേഹത്തിന്റെ കൃതി ഗുരുദേവഗീതം. ഓക്കെ, ഗുരുദേവഗീതം. അപ്പോ നമ്മള് ഒരു അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഷാജി പാപ്പാൻ സിനിമയിലൊക്കെ നിങ്ങളുണ്ട് അല്ലെ. അപ്പം മൂലക്കൽ നായയെ വെച്ചുകൊണ്ട് ഗുരുവിന് അവിടെ പോയിട്ട് ദേവഗീതം ചൊല്ലുന്നു അമ്പലത്തില്. അപ്പൊ നായനെ അമ്പലത്തിന്റെ സൈഡിൽ മൂലക്കൽ വെച്ചിട്ട് നായരമ്പലം എന്ന് പഠിക്കുക. നായനെ അമ്പലത്തിന്റെ മൂലക്കൽ വെച്ചിട്ട് അവിടെ പോയിട്ട് ഗുരുവിന് വേണ്ടിയിട്ട് ദേവഗീതങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നായനെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് മൂലക്കൽ ഇരുത്തും. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഗുരുവിന് വേണ്ടിയിട്ട് ദേവഗീതം ചൊല്ലും. നായരമ്പലം, മൂലക്ക് മൂലൂർ. നായരമ്പലം എന്ന് പറഞ്ഞ പേര് കിട്ടുമല്ലോ, ഷാജി നായരമ്പലം. ഓക്കെ, ദെൻ ഗുരുദേവഗീതം എന്ന കവിത. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പെർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ. കൃത്യമായിട്ട് പഠിക്കണം. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പെർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ഷൈനി വിൽസൺ. പാമ്പ് കടിയേറ്റു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയാണ്. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. ഇപ്പൊ ഫിസിക്സിലൊക്കെ നമ്മൾ മഴവില്ലിനെ കുറിച്ച് ഒരുപാട് പോയിന്റുകൾ പഠിക്കാറില്ലേ. അപ്പൊ അത്തരത്തിൽ ആലോചിക്കുക, ശാസ്ത്ര പഠനം സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അനായാസമാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. ഫ്രാൻസ് സന്ദർശന വേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത് എന്താണ്? ചോദിക്കും, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, റഷ്യ അവിടെ വ്ളാഡിമിർ പുടിനെ കാണാൻ പോയ സമയത്ത് മോദിജി എന്ത് കൊടുത്തിരുന്നു? സഹറായി പെയിന്റിംഗ് കൊടുത്തിരുന്നു. അപ്പൊ അതുപോലെ വ്ളാഡിമിർ പുടിനെ പോലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിനെ സന്ദർശിച്ച സമയത്ത് എന്ത് കൊടുത്തു? ഡോക്ര. എന്താണ് ഡോക്ര എന്ന് പറയുന്നത്? പെയിന്റിംഗ് ആണോ? അല്ല, ഇത് ഛത്തീസ്ഗഡിന്റെ ഒരു തനത് കരകൗശല ഉൽപ്പന്നമാണ്. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഡോക്ര എന്ന് വിളിക്കും. ഡോക്ര. അപ്പൊ ഡോക്രയാണ് ആർക്ക് കൊടുത്തത് മക്കളെ? ഫ്രാൻസിന്റെ പ്രസിഡന്റ്
മക്രോണിന് ക്ര ഉള്ളതുകൊണ്ട് ഡോക്ര. മക്രോണിന്റെ ക്ര പിടിക്കാം, ഡോക്രയിൽ ക്ര ഉണ്ട്. മക്രോണിന് ഡോക്ര. US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മലയാളി അല്ലെ, ശാസ്ത്രജ്ഞന്മാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് S സോമനാഥ് US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം കിട്ടി. വന്യമൃഗ ആക്രമണം തടയാൻ വനാതിർത്തിയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വ്യാപിപ്പിക്കാൻ വനംവകുപ്പ് ആലോചിക്കുന്ന സംവിധാനമാണ് വിസ്റ്റ ക്ലിയറൻസ്. നോക്കൂ, ആ ഒരു ഏരിയ വിസ്തരിച്ച് ക്ലിയർ ആയി കൊടുക്കുന്ന ആലോചിക്കാം. വിസ്തരിച്ച് ഇപ്പം ആളുകൾ താമസിക്കുന്ന ഈ കാടിനോട് ചേർന്ന വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുക, കാടും നാടും ഒന്നിക്കുന്ന പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളും അടിക്കാടുകളും വെട്ടി തെളിച്ച് സംരക്ഷിക്കുന്ന രീതിയാണ് വിസ്റ്റ ക്ലിയറൻസ്. മദ്രാസ് IITയിൽ രൂപം കൊണ്ട രാജ്യത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് വില്ലയ്ക്ക് രൂപം നൽകിയ കമ്പനിയുടെ പേരാണ് ടി വസ്റ്റ. അപ്പൊ നമുക്കത് ടി വസ്റ്റ ഞാൻ ഒരുമിച്ച് പറഞ്ഞല്ല, ഞാൻ ഒന്ന് മുറിച്ച് പറഞ്ഞാട്ടോ. ടി എഴുതിയിട്ട് ടി വസ്റ്റ അല്ലെ. ആക്ച്വലി ത്വസ്റ്റ എന്നൊക്കെ നമുക്ക് ആക്കാം, പക്ഷെ നമുക്ക് ടി വസ്റ്റ എന്നാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. കാരണം ടി വേസ്റ്റ് ആക്കാണ്ടാണ് ഇവര് മദ്രാസ് IIT എന്ത് ചെയ്തത്, രാജ്യത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് വില്ലയ്ക്ക് രൂപം നൽകിയത്. ടി വേസ്റ്റ് ആക്കാണ്ട്. സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സെബി അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് മക്കളെ മിട്ര. എന്താണ് മിത്ര എന്ന് പറഞ്ഞ മിട്ര, MITRA മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രേസിംഗ് ആൻഡ് റിട്രീവൽ അസിസ്റ്റന്റ് ആണ് മിട്ര. സെബി അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മിട്ര. വനിതാ പ്രീമിയർ ലീഗ് നോക്കൂ കൂട്ടുകാരെ, 2020 ലോകകപ്പ് വനിതകളുടെ നടന്നു ദുബായിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അല്ലെ? അപ്പോൾ 2020 വനിതകളുടെ ലോകകപ്പ് നടന്ന സമയത്ത് അതിനകത്തേക്ക് പങ്കെടുത്ത 2 മലയാളികൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ആശാ ശോഭനയും സജിന സജീവനും. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ കളിച്ച ആദ്യത്തെ മലയാളി വനിത, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്, പഴയ ചോദ്യമാണ് PSCയുടെ, മിന്നുമണി. അതുപോലെ ഈ അടുത്തൊരു ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ആ ചോദ്യം? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ടർ-19 2020 ലോകകപ്പ് വനിതകളുടെ നടന്നത് മലേഷ്യയിലാണ് അല്ലെ. ആ മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വനിതകളുടെ ലോകകപ്പ് 2020 പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ജോഷിത അല്ലെ, VJ ജോഷിത. അപ്പൊ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം മക്കളെ? ഈ 2 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, 2020 ലോകകപ്പിൽ പങ്കെടുത്ത ആശാ ശോഭനയും സജിന സജീവനും, ഇന്ത്യൻ ടീമിൽ ആദ്യമായി കളിച്ച മിന്നുമണി, അതുപോലെ തന്നെ മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ-19 ഈ പറയുന്ന 2020 ലോകകപ്പിൽ പോയി കളിച്ചത് VJ ജോഷിത. അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ആളുകളിൽ നിന്നും 3 പേരെ പിടിക്കാം നമുക്ക്. ഒന്ന്, ദുബായിൽ പോയി കളിച്ച 2 ആളുകൾ, അതിനകത്ത് ഒരാളാണ് സജിന സജീവൻ, അവരെ പിടിക്കാം. അപ്പൊ സജിന സജീവൻ മലയാളിയാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഈ പ്രാവശ്യത്തെ IPL നോക്കണേ, പ്രീമിയർ ലീഗ്, പെണ്ണുങ്ങളുടെ പ്രീമിയർ ലീഗിൽ 3ാമത്തെ സീസണില് 3 പേരാണ് മലയാളികൾ. ഒന്ന് സജിന സജീവൻ, മുംബൈ ഇന്ത്യൻസ്. രണ്ടാമത് മിന്നുമണി, ഡൽഹി ക്യാപിറ്റൽസ്. ആ ഒരു ടീമൊന്നും പഠിച്ചില്ലെങ്കിൽ പേര് പഠിക്കുന്ന സജിന മിന്നുമണി. ദെൻ 3ാമത്തത് VJ ജോഷിത. ഓൾറെഡി ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് പഠിച്ചാൽ മതി. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത മെഡിക്കൽ ബയോ കെമിസ്ട്രി ശാസ്ത്രജ്ഞനും 1985 നോബൽ സമ്മാന ജൂറി അംഗവുമായ വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. നോക്കൂ, 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത മെഡിക്കൽ ബയോ കെമിസ്ട്രി ശാസ്ത്രജ്ഞനും 1985 നോബൽ സമ്മാന ജൂറി അംഗവുമായ വ്യക്തി ഡോക്ടർ മാധവ ഭട്ടതിരി. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ഏത് ചോദിച്ചാൽ ഉത്തരം മണിപ്പൂർ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ്. അടുത്തിടെ അന്തരിച്ച മിലിംഗ് റെഗെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്തിടെ അന്തരിച്ച മിലിംഗ് റെഗെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ക്രിക്കറ്റ് ആണ്. കേരളത്തിലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനായി ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ച പലിശരഹിത വായ്പയാണ് മക്കളെ 529.5 കോടി രൂപ. കൃത്യമായിട്ട് പഠിക്കുക. വലിയ വിവാദങ്ങളും രാഷ്ട്രീയ കോലാഹലവും ഒക്കെ സംഭവമാണ്. കേരളത്തിലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനായി ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ച പലിശരഹിത വായ്പയാണ് 529.5 കോടി രൂപ. സ്വരാജ് ട്രോഫി പ്രധാനപ്പെട്ട പുരസ്കാരമാണ് 2025 സ്വരാജ് ട്രോഫി.
ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് യൂട്യൂബിൽ ഇടുന്നതാണ്. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയാം, കോഡ് നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക. സ്വരാജ് ട്രോഫിയിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ബൈഹാർട്ട് പഠിക്കുക. കൊല്ലമാണ് ഫസ്റ്റ്, തിരുവനന്തപുരമാണ് സെക്കൻഡ്. കൊല്ലം 1, തിരുവനന്തപുരം 2. മറന്നു പോവണ്ട. ജില്ലാ പഞ്ചായത്തുകൾ സ്വരാജ് ട്രോഫിയിൽ തിരുവനന്തപുരം 2, കൊല്ലം 1. മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ട് ചെയ്തോളുക. സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം കിട്ടുന്ന സമയത്ത് 50 ലക്ഷം രൂപയാണ് സമ്മാനം. 50 ലക്ഷം രൂപയാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും, മികച്ച ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും 1ാം സ്ഥാനത്ത്. 2 ആകുമ്പോൾ 10 കുറയും, 40 ലക്ഷം. 3 ആകുമ്പോൾ വീണ്ടും 10 കുറയും, 30 ലക്ഷം. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ 50 ലക്ഷം, 40 ലക്ഷം, 30 ലക്ഷം. ഇവിടെ ജില്ലാ പഞ്ചായത്ത് കൊല്ലത്തിന് അപ്പൊ 50 കിട്ടിയിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് 40 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും. നോക്കൂ, അടുത്തതൊരു കോഡാക്കി ഞാൻ പറയാം, ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബ്ലോക്ക്. നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ബ്ലോക്കായി. ബ്ലോക്കായ സമയത്ത് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ബ്ലോക്കാണേ. അവിടെ നിങ്ങൾ ഒരു പെരുമ്പാമ്പിനെ കാണുകയാണ്. ആ പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ നിങ്ങൾ ആ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നിങ്ങളടുത്ത് ഒരു കാലൻ കൊട, ഇങ്ങനെ വളഞ്ഞ നല്ല നീളമുള്ള കൊട ഉണ്ടാവില്ല, നല്ല കൂർത്ത മുനയായിരിക്കും ആ കൊടയ്ക്ക് അല്ലെ. അങ്ങനെ ഒരു കൊട നിങ്ങളെ കയ്യിലുണ്ടായത്. നിങ്ങൾ ആ പെരുമ്പാമ്പിനെ കണ്ട്, ബ്ലോക്കായ സമയത്ത് പെരുമ്പാമ്പിനെ കണ്ട് നിങ്ങൾ ആ കൊട എടുത്തിട്ട് എന്ത് ചെയ്തു? പെരുമ്പാമ്പിന്റെ അടുത്ത് പോയിട്ട്, പെരുമ്പാമ്പായതിന് മറ്റേ പാമ്പിനെ പോലെ നിങ്ങൾ അത്ര പേടില്ല, നിങ്ങൾ 4 ഭാഗത്തും ഈശ്വരന്മാരെ വിചാരിച്ച് കുത്തി അങ്ങോട്ട് ശരിയാക്കിയ പെരുമ്പാമ്പിനെ. അതോടെ പെരുമ്പാമ്പിന്റെ പരിപാടി ഗതം പോകുക. അപ്പൊ പെരുമ്പാമ്പ് കൊടയെടുത്തു, 4 ഭാഗത്തും ഈശ്വരന്മാരെ നോക്കി കുത്തിക്കൊന്നു അല്ലെ. ഒരു മാർക്ക് കിട്ടിയാൽ കിട്ടി. അപ്പോ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല, കൊടകര തൃശ്ശൂരാണ്. കൊടകര കുഴൽപ്പണൊക്കെ നിങ്ങൾ കിടണം, കൊടകര തൃശ്ശൂരല്ലേ. പെരുമ്പടപ്പ് നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ച മലപ്പുറം. നീലേശ്വരം എല്ലാവർക്കും അറിയാം, കാസർഗോഡ് ജില്ലയിലാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിലേക്ക് പോട്ടെ. ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കോഡ് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. പറയണോ? ഇനി ആരെങ്കിലും ഒക്കെ ഒരു മാർക്ക് കിട്ടട്ടാ. നമ്മുടെ പണ്ടൊക്കെ വെളിക്ക് പോകാറുണ്ട് അല്ലെ. അപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയാം. മികച്ച സ്വരാജ് ട്രോഫി അല്ലേ. ഇപ്പൊ മികച്ച പഞ്ചായത്ത് എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ വെളിക്ക് പോകുന്ന സമയത്ത് ആരും കാണാണ്ട് അല്ലെ, മെല്ലെ ഒഴിഞ്ഞ് നമ്മൾ മലയിലേക്ക്, കാട്ടിലേക്കൊക്കെ പോകും. വീടിന്റെ പിറകിൽ ഒരു മലയൊക്കെ ഉണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ആളില്ലാത്ത കാടൊക്കെ ഉണ്ട് വിചാരിക്കാം, അപ്പൊ അല്ലെങ്കിൽ പുഴവൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉള്ളവര് വീട്ടിന്റെ മുറ്റത്തൊന്നും ആരും വെളിക്ക് പോകില്ലല്ലോ. അപ്പൊ വെളിക്ക് പോകാനോ പുള്ളോട്ട് മലയിലേക്കൊക്കെ. അപ്പൊ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വെളിക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുക, രണ്ടാമത്തത് മെല്ലെ ഒഴിഞ്ഞു മാറി മലയിലേക്ക് പോകും. എന്നാൽ ആലോചിക്കുക, പിന്നീട് എന്തായി? മുറ്റത്ത് തന്നെ പരിപാടി അല്ലെ, കാര്യം സാധിക്കാൻ നോക്കി. എന്താണ്? അവിടെ ബാത്റൂമും ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ വെളിക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെയുള്ള മുറ്റത്ത് തന്നെയുള്ള സൗകര്യം ഉണ്ടാക്കി. അങ്ങനെയാണ് മനുഷ്യൻ ആദ്യകാലത്തെ ഇങ്ങനെ വെളിക്കായിരുന്നു. പിന്നീട് അല്ലെ വെളിക്ക് മലയിലേക്കൊക്കെ പോയി, പിന്നീട് മുറ്റത്ത് തന്നെ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്തൂടെ? വെളിയന്നൂർ എവിടെയാണെന്ന് ചോദിക്കും. കോട്ടയം ജില്ലയിലാണ്. അപ്പൊ വെളിയന്നൂർ ഉഴപ്പി മലക്കൊക്കെ പോകും. ഉഴമലക്കൽ തിരുവനന്തപുരമാണ്. മലയൻ കീഴ് എന്നൊക്കെ പറയുന്ന പോലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഉഴമലക്കൽ. ദെൻ മറ്റത്തൂർ തൃശ്ശൂർ ജില്ലയിലാണ് മറ്റത്തൂർ. അപ്പൊ മക്കളെ, വെളിയന്നൂർ, ഉഴമലക്കൽ, മറ്റത്തൂർ. വെളിക്ക് ഉഴപ്പി മലയിലൊക്കെ പോവായിരുന്നു. ഇപ്പൊ മുറ്റത്ത് തന്നെ കാര്യം നടക്കും. വെളി, ഉഴമലക്കൽ, മറ്റത്തൂർ കിട്ടിയാൽ ഗ്രാമപഞ്ചായത്ത് കിട്ടും. ബ്ലോക്ക് ആയ സമയത്ത് പെരുമ്പാമ്പിനെ കണ്ടു, കൊട എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് 4 ഭാഗത്ത് ഈശ്വരനാഴ്ച കുത്തി അങ്ങോട്ട് ശരിയാക്കി. ഇനി മുനിസിപ്പാലിറ്റിക്ക് പോവാണെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുരുനാഥന്മാർ, കേരളത്തിൽ നിങ്ങളെ PSC പഠിപ്പിക്കുന്ന ഒട്ടനവധി ഗുരുനാഥന്മാരല്ലേ, അപ്പൊ അവരെയൊക്കെ നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മികച്ച, അല്ലെങ്കിൽ നിങ്ങളൊരു ഗുരുവാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കലുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരെ അല്ലെ, നമുക്കൊക്കെ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു, അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അപ്പൊ മികച്ച മുനിസിപ്പാലിറ്റി നിങ്ങൾ ആലോചിക്കുക. നമ്മളൊരു മുനിസിപ്പാലിറ്റി പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ആ ഗുരുവിനെ നമ്മൾ വടക്ക് ഭാഗത്ത് കാണുകയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം പോകുന്ന സമയത്ത് ഒരു മുനിസിപ്പാലിറ്റി അല്ലെ, നിങ്ങളെ പഠിപ്പിച്ച കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകർ, അവരൊക്കെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പൊ നിങ്ങൾ മുനിസിപ്പാലിറ്റി പോകുമ്പോൾ നിങ്ങൾ അവിടെ ഗുരുവിനെ കാണാണ്. എവിടെയാ കാണുന്നത്? വടക്ക് ഭാഗത്ത്. അത് കണ്ടപ്പോൾ നിങ്ങൾ ആകെ അന്താളിച്ചു പോയി അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു ഗുരുവിനെ നിങ്ങൾ ആലോചിച്ചേ. നിങ്ങൾ മുനിസിപ്പാലിറ്റി പോയ സമയത്ത് PSC പഠിപ്പിക്കുന്ന സാർമാരൊക്കെ ഒട്ടുമിക്കവാറും മുനിസിപ്പാലിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, നമ്മളൊക്കെ സാർമാര്. അപ്പൊ അങ്ങനെ ആലോചിക്കുക, മികച്ച മുനിസിപ്പാലിറ്റി അല്ലെ, നമ്മളെ മുമ്പിൽ ഗുരുവിനെ കണ്ടു, വടക്ക് ഭാഗത്ത്, നമ്മൾ അന്താളിച്ചു പോയി. അപ്പൊ മുനിസിപ്പാലിറ്റി പോയപ്പോൾ ഗുരുവിനെ കണ്ടു, വടക്ക് ഭാഗത്താണ് കണ്ടത്, അന്താളിച്ചു പോയി. ഗുരുവിനെ വടക്ക് കണ്ടപ്പോൾ അന്താളിച്ചു. മുനിസിപ്പാലിറ്റി എന്ന് കേൾക്കുമ്പോൾ ഗുരുവായൂർ, വടക്കാഞ്ചേരി. ഗുരുവായൂരും വടക്കാഞ്ചേരിയും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്, കൂട്ടുകാർക്കറിയാം. ആന്തൂർ എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മയുണ്ടാവും, മുമ്പ് ഒരു കേസൊക്കെ ഉണ്ടായില്ല, ഒരാൾ ആത്മഹത്യ ചെയ്ത്. അപ്പൊ ആന്തൂർ എന്ന് കേട്ടാൽ നമുക്ക് കണ്ണൂർ ജില്ലയിലാണ് കിട്ടും. ആന്തൂർ നഗരസഭ കണ്ണൂരാണ് അല്ലെ. അപ്പൊ 3ാം സ്ഥാനം ആന്തൂർ നഗരസഭ. മികച്ച കോർപ്പറേഷൻ, സ്വരാജ് ട്രോഫി നേടിയ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലയാണ്. കാര്യം ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇനി നമുക്ക് മഹാത്മാ പുരസ്കാരങ്ങൾ പഠിക്കാണ്ട്, അത് വരുന്നുണ്ട്.
2025 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന് വേദിയായത് ദുബായ് ആണ്. 2025 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന് വേദിയായത് ദുബായ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൊൽക്കത്ത ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മലയാളിയായ ആധ്യാത്മിക ആചാര്യനാണ് ശ്രീ എം. ആരാണ്? ശ്രീ എം ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൊൽക്കത്ത ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മലയാളിയായ ആധ്യാത്മിക ആചാര്യനാണ് ശ്രീ എം. ഇദ്ദേഹമാട്ടോ അദ്ദേഹം. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരം കിട്ടുന്നു. അപ്പൊ നോക്കൂ, ONV യെ കുറിച്ച് പറയുമ്പോൾ കലാനിധി ട്രസ്റ്റ് ആണ്, കലാകാരന്മാരാണ്, സിനിമയിൽ ഒരുപാട് ഗാനങ്ങൾ രചിച്ച ONV സാറ്. അപ്പം നമ്മളെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഗാനരചയിതാവാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറ്. അദ്ദേഹത്തിന് ONV പുരസ്കാരം കിട്ടുന്നു. ശ്രദ്ധിക്കണേ, ഇത് ഏത് ONV ആണ്? കലാനിധി ട്രസ്റ്റ്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ കലാനിധി ട്രസ്റ്റ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരമാണ് ആർക്ക് കിട്ടുന്നത്? കൈതപ്പുറത്തിന്. അങ്ങനെയാണെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരം. നമ്പൂതിരിമാരൊക്കെ കലാകാരന്മാരാണ്. അവരെന്ത് ചെയ്യും? അവര് എപ്പോഴും പുഷ്പങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നമ്പൂതിരിമാരുടെ കയ്യിൽ എപ്പോഴും പുഷ്പം ഉണ്ടാവും അല്ലെ. നാം പുഷ്പം പറിക്കാൻ പോവുകയാണ് അല്ലെ. നമ്പൂതിരി എങ്ങനെ പറയാൻ ആലോചിക്കുക. എന്താണ്? നാം പുഷ്പം പറിക്കാൻ പോവാണ്. പുഷ്പ 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 പുഷ്പരാജ് അല്ലെ. പെട്ടെന്ന് ഇത് കണ്ടപ്പോ എനിക്ക് അത് തോന്നി. എന്താണ്? പുഷ്പ 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 പുഷ്പരാജ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി പുഷ്പരാജ്. നെയ്മം പുഷ്പരാജ്. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയത് പൂർണ്ണ എഡ്യൂക്കേഷൻ അല്ലെ. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക, പൂർണ്ണതയിൽ അല്ലെങ്കിൽ എല്ലാവരും പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്ന, ഒരു നെഗറ്റീവും പറയാനില്ലാത്ത പാവം നമ്മുടെ ചിത്രാമ്മ. ഇപ്പൊ KS ചിത്രയ്ക്ക് പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പുരസ്കാരം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന P ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ P ഭാസ്കരൻ മാഷിന്റെ പേരിലുള്ള പുരസ്കാരം കിട്ടുന്നു P ജയചന്ദ്രൻ. പഠിച്ചു വെക്കുക മക്കളെ. P ഭാസ്കരൻ പുരസ്കാരം P ജയചന്ദ്രൻ. പൂർണ്ണ എഡ്യൂക്കേഷൻ KS ചിത്ര. ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് നേമം പുഷ്പരാജ്. നമ്പൂതിരി ആർട്ടിസ്റ്റ് ആകുമ്പോൾ പുഷ്പം പറിച്ചുകൊണ്ട് വന്നു അല്ലെ. നാം പോവാം പുഷ്പം പറിക്കാൻ എന്ന് പറയും നമ്പൂതിരിമാർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ. നേമം പുഷ്പരാജ്. പ്രതിരോധ ഇടപാടുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-35. F-35 ആര് നൽകുന്നു? അമേരിക്ക നൽകുന്നു F-35 ഇന്ത്യക്ക്. രാജ്യത്തിലെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ആദ്യത്തെ മാതൃകയാണ് കൂട്ടുകാരെ അംക. 5ാം തലമുറ എന്ന് കേട്ടുമ്പോൾ അമുക്കാൻ ആലോചിക്കുക. അമുക്ക എന്നൊക്കെ പറയാം നമ്മള്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. 2025 നടക്കുന്ന നാറ്റോയുടെ സൈനികാഭ്യാസമാണ് സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. 2025 നടക്കുന്ന നാറ്റോയുടെ സൈനികാഭ്യാസമാണ് സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട്. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനത്തിന്റെ പേര്. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനത്തിന്റെ പേരാണ് യശസ്. എന്താണ്? യശസ്. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനത്തിന്റെ പേരാണ് യശസ്. ഓക്കെ. 5ാം തലമുറ ഫൈറ്റർ വിമാനമായ Su-57 നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ ഇന്ത്യയുടെ സഹകരിക്കാൻ സന്നദ്ധ അറിയിച്ച രാജ്യമാണ് റഷ്യ. Su-57 കേൾക്കുമ്പോ റഷ്യ അല്ലെ. F-35 നേരത്തെ പറഞ്ഞു. F-35 അമേരിക്ക. അങ്ങനെയാണെങ്കിൽ P-81 അമേരിക്ക. നോക്കൂ, F-35 P-81. F-35 P-81 രണ്ടും അമേരിക്കയാണ്. ഉത്തേജക പരിശോധനയെ തുടർന്ന് 3 മാസത്തെ നിരോധനം നേരിടുന്ന ലോക 1ാം നമ്പർ ടെന്നീസ് താരമാണ് യാനിക് സിന്നർ അല്ലെ. ഉത്തേജക പരിശോധനയെ തുടർന്ന് 3 മാസത്തെ നിരോധനം നേരിടുന്ന ലോക 1ാം നമ്പർ ടെന്നീസ് താരമാണ് യാനിക് സിന്നർ. 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന് വേദിയായത് മസ്കറ്റ് ആണ്. വാഷിംഗ്ടണിൽ വെച്ച് നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദി ഭാരത് US ബന്ധത്തിൽ മുന്നോട്ട് വെച്ച പുതിയ മുദ്രാവാക്യമാണ് മാഗ പ്ലസ് മിഗ മെഗ. നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിൽ ഇതെല്ലാം മനോഹരമായി കോഡുകളാക്കി രാവിലെ 5 മുമ്പ് ടെലഗ്രാം ക്ലാസ് എടുക്കുന്ന കേട്ടോ. അപ്പൊ ടെലഗ്രാം ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. 7306118242. ഓക്കെ. വെറും 100 രൂപയൊക്കെ നിങ്ങൾക്ക് അതിന് ഫീസ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് 1.5 വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 5:30 ക്ലാസ്, ആഴ്ചയിൽ എക്സാം ഒക്കെ ആയിട്ട് ടെലഗ്രാമിലൂടെ കൃത്യമായിട്ട് ദിവസവും കുറച്ച് പഠിച്ച് PDF തരും കേട്ടോ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞിരുന്നു?
മാങ്ങാക്കറിയും മീൻകറിയും ഇഷ്ടപ്പെട്ട ഒരു കഥ പറഞ്ഞിരുന്നു. അമേരിക്കക്കാർക്ക് മാങ്ങാക്കറിയാണ് മക്കളെ, ഇന്ത്യക്കാർക്ക് മീൻകറിയാണ്. അപ്പൊ മാങ്ങ മാങ്ങ അമേരിക്ക അല്ലെ, മീൻകറി ഇന്ത്യ. രണ്ടും കൂടി കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് മെഗാ ഫുഡ് അടിയ, നല്ല സദ്യ മെഗാ. അപ്പൊ മാങ്ങ മീൻകറി മെഗാ എന്നൊക്കെ പറഞ്ഞ് കോഡാക്കിയിരുന്നു. അപ്പൊ തൽക്കാലം നിങ്ങൾ മെഗ എന്ന് പഠിച്ചു വെച്ചേക്കട്ടോ. ഓക്കെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് അമേരിക്കയുടെ വികസന നയം. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നതിന്റെ ഭാരതത്തിന്റെ ആണ് മിഗ. മാഗയും മിഗയും കൂടി ചേരുമ്പോൾ അഭിവൃദ്ധിക്കുള്ള മെഗാ പങ്കാളിത്തം രൂപപ്പെടുന്നു. നോക്കൂ, ആ ചിരി കണ്ട നിങ്ങൾ, മോദിജിയും ട്രംപും ഇരിക്കുന്നു. മാഗ പ്ലസ് മിഗ ഈസ് ഈക്വൽ ടു മെഗാ. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ സെൻട്രൽ റേഞ്ച് എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നടത്തിയ പോലീസ് ഹൈവേ പെട്രോളിംഗ് വാഹനങ്ങളുടെയും കൺട്രോൾ റൂം വാഹനങ്ങളുടെയും ഫ്ലാഷ് പരിശോധനയാണ് മിഡ് നൈറ്റ് ഓപ്പറേഷൻ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ഡിവല്യൂഷൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത് കർണാടകയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ഡിവല്യൂഷൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത് കർണാടകയാണ്. കേരളത്തിന്റെ സ്ഥാനം 2 ആണ്. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖലയൊരുക്കുന്ന മെറ്റയുടെ പദ്ധതിയാണ് പ്രൊജക്ട് വാട്ടർ വർത്ത്. വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാര വെള്ളമാണ് കതിരവൻ. ആദ്യത്തെ വിനോദസഞ്ചാര മേഖലയിലെ സൗരോർജ ശിക്കാര വെള്ളമാണ്, ശിക്കാരയാണ്. നമുക്ക് ദാൽ തടാകത്തിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വരുന്നു വിവേക് ജോഷി. ആരാണ്? വിവേക് ജോഷിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വരുന്നു. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000. പേര് പഠിച്ചു വെക്കുക. നോക്കൂ, കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ്. നല്ല ബെസ്റ്റ് പേരല്ലേ, പഠിക്കാൻ നല്ല സുഖം അല്ലേ, ആക്രി. അപ്പൊ എല്ലാം നല്ല വൃത്തിയാക്കാൻ ആക്രി. ഫോബ്സ് മാസിക പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രി ആപ്പ്. ഏതാണ് ആപ്പ്? ആക്രി ആപ്പ്, മറന്നു പോകണ്ട. ബംഗാൾ ഗവർണറായ ഡോക്ടർ CV ആനന്ദബോസ് എഴുതി പ്രകാശനം ചെയ്ത 4 മലയാള പുസ്തകങ്ങളാണ് മക്കളെ മിത്തും സയൻസും ഒരു പുനർവായന, കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ, പൂത്തനാട്ടം, ഞാറ്റുവേല. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ അടുത്ത പേജുകളിൽ വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഡോക്ടർ CV ആനന്ദബോസ് ബംഗാളിലെ ഗവർണറാണ്, മലയാളിയാണ്. അദ്ദേഹത്തിന്റെ 4 കൃതികൾ മിത്തും സയൻസും ഒരു പുനർവായന, കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ, പൂത്തനാട്ടം, ഞാറ്റുവേല. ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് രേഖ ഗുപ്ത. മാഡം രേഖ ഗുപ്തയെ കണ്ട നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഡൽഹിയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒരു വനിതയാണ് അതിഷി അല്ലെ. അവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുന്നു, BJP അധികാരത്തിൽ വരുന്നു, രേഖ ഗുപ്ത മുഖ്യമന്ത്രിയാവുന്നു. അവരുടെ മണ്ഡലമാണ് ഷാലിമാർ ബാഗ്. അവര് ഒരു ഷാളും ബാഗൊക്കെ ഇട്ട് എപ്പോഴും നിൽക്കുന്ന മാഡമാണ് രേഖ ഗുപ്ത, ഷാലിമാർ ബാഗ്. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണെന്ന കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. നോക്കൂ മക്കളെ, ഇതിനു മുമ്പ് സുഷമ സ്വരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു BJPയുടെ സുഷമ സ്വരാജ്. ഷീല ദീക്ഷിത്, മാഡം ഷീല ദീക്ഷിത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിഷി ആം ആദ്മി പാർട്ടി. ഇവർ 3 പേരും ഡൽഹിയിൽ മുഖ്യമന്ത്രി പദവിയിലിരുന്ന വനിതകളാണ്. 4ാമത്തെ വ്യക്തിയായിട്ട് രേഖ ഗുപ്ത വരുന്നു. കേരളത്തിലെ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്നത് നോക്കൂ പാലക്കാട് ജില്ലയിലാണ്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻപ്രൗഡ്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻപ്രൗഡ്, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്.
ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് മനു ബാക്കറാണ്. BBCയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ മനു ബാക്കർ. ഒരു ഒളിമ്പിക് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ബാക്കർ. പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് ആവണി ലഗാര. ആവണി ലഗാരയ്ക്ക് പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നു. 3 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആവണി ലഗാര. 3 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുന്നു. തദ്ദേശ ഇനം താറാവുകളുടെ പട്ടികയിൽ ദേശീയ അംഗീകാരം നേടിയ പുതിയ ഇനം താറാവുകളുടെ പേര് ഏതൊക്കെയാണ് മക്കളെ? വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് പാട്ടി. താറാവിന്റെ പാട്ട് നമുക്കറിയാം. ആ ഒരു അലസ സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന താറാവിനെ ആലോചിക്കും, പാട്ട് പോലത്തെ സൗണ്ട്. ആസാമിലുള്ള താറാവിന് പാട്ട് പാടാൻ അറിയാം, അല്ലെങ്കിൽ പാട്ട് പോലത്തെ സൗണ്ട്. ആസാം താറാവ് പാട്ടി. ത്രിപുരയിലാണെങ്കിൽ ത്രിപുരേശ്വരി. നമ്മളവിടുത്തെ ക്ഷേത്രത്തിനൊക്കെ ത്രിപുരേശ്വരി എന്ന് പറയുന്നത് ത്രിപുരയിലെ ആ പറയുന്ന താറാവിന്റെ പേര് ത്രിപുരേശ്വരി. ബീഹാറിലാണെങ്കിൽ മൈഥിലി. നമ്മൾ മൈഥിലി ഭാഷയൊക്കെ പറയാറില്ലേ? അപ്പൊ മൈഥിലി എന്ന് പറഞ്ഞ താറാവ് ആലോചിക്കും കേട്ടോ. അപ്പൊ മൈഥിലി, ത്രിപുരേശ്വരി, പാട്ടി അല്ലെ? പാട്ടി, ത്രിപുരേശ്വരി, മൈഥിലി താറാവുകളാണ്. ഏകദിനത്തിൽ 11,000 റൺസ് സ്വന്തമാക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നേടുന്നു രോഹിത് ശർമ്മ. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യക്കാരനാണ് മുഹമ്മദ് ഷമി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് വേദിയാവുന്നത് കൊച്ചിയാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് വേദിയാവുന്നത് കൊച്ചിയാണ്. ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസാണ് അനന്ത. ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസാണ് അനന്ത. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ട് ആണ് മക്കളെ ഏത്? ഗ്രോക്ക് 3. ഏതാണ്? ഗ്രോക്ക് 3. AI ചാറ്റ് ബോട്ട് ആണ് ഗ്രോക്ക് 3 എന്ന കാര്യം മറന്നു പോകണ്ട. അടുത്തിടെ UK ഓണററി നൈറ്റ്ഹുഡ് നൽകി ആദരിച്ച വ്യക്തിയാണ് N ചന്ദ്രശേഖരൻ. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് ആര്? N ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? അടുത്തിടെ UK ഓണററി നൈറ്റ്ഹുഡ് നൽകി ആദരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നു. ജൂഡോ കളി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അതിനകത്തൊരു വനിതാ റഫറി വരികയാണ്. ജൂഡോ എന്ന് കേൾക്കും ജ പിടിച്ച് ജെ പിടിക്കാം, ജെ അല്ലെ? ജെ ജയശ്രീ നമുക്ക് ജൂഡോ ജെ ജയശ്രീ. അയാം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അല്ലെ? വെറൈറ്റി പേരല്ലേ അയാം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഗോപി ചന്ദ് പി ഹിന്ദുജ ഗ്രൂപ്പ്. നമ്മളിപ്പോ ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞാൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഗോപി ചന്ദ് പി ഹിന്ദുജയ്ക്ക് എന്ത് കിട്ടുന്നു? അയാം എന്ന പുസ്തകം കിട്ടുന്നല്ല, പുസ്തകം എഴുതുന്നു. ഇന്ത്യ വികസിപ്പിച്ച പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ട് കുഷ. പേര് പഠിക്കണേ. ഇന്ത്യ വികസിപ്പിച്ച പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ട് കുഷ. കേരളത്തിലെ ആദ്യത്തെ സംയോജിത കാരവാൻ പാർക്ക് എവിടെ വരുന്നു? കാവ എക്കോ ക്യാമ്പ് ആൻഡ് കാരവാൻ പാർക്ക് മലമ്പുഴയിൽ എന്ത് വരുന്നു? കേരളത്തിലെ ആദ്യത്തെ സംയോജിത കാരവാൻ പാർക്ക് കാവ എക്കോ ക്യാമ്പ്. മണ്ണിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹർ ഗേത്ത് സ്വസ് മണ്ണിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹർ ഗേത്ത് സ്വസ് ഗേത്ത് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മക്കളെ സമഗ്ര ഗുണമേന്മ പദ്ധതി. എന്താണ് സമഗ്ര ഗുണമേന്മ പദ്ധതി? നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ആണ്. നമുക്കറിയാം രാജ്യസഭയിൽ ലോകസഭയിലൊക്കെ വിവർത്തന സംവിധാനം ഉണ്ട്. അത്തരത്തിൽ നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ആണ്. തമിഴ് കവി തിരുവള്ളുവരുടെ പ്രതിമ അടുത്തിടെ ഏത് രാജ്യത്താണ് അനാച്ഛാദനം ചെയ്ത് ചോദിച്ചാൽ ഫിലിപ്പൈൻസിലാണ്. തമിഴ് കവി തിരുവള്ളുവരുടെ പ്രതിമ അടുത്തിടെ ഏത് രാജ്യത്താണ് അനാച്ഛാദനം ചെയ്തത്? ഫിലിപ്പൈൻസിലാണ്. 72ാമത് ലോക സുന്ദരി കിരീട മത്സരം എവിടെ വെച്ചാണ് നടന്നത്? തെലുങ്കാനയിലാണ്. കേരളത്തിലെ സ്മാർട്ട് റവന്യൂ ഓഫീസുകൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് വില്ലേജുകളാക്കി നവീകരിക്കാൻ തീരുമാനിച്ച ആകെ വില്ലേജുകളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ 62 ആണ്. കേരളത്തിലെ സ്മാർട്ട് റവന്യൂ ഓഫീസുകൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് വില്ലേജുകളാക്കി നവീകരിക്കാൻ തീരുമാനിച്ച ആകെ വില്ലേജുകൾ 62 എണ്ണമാണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ ആണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതിയാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദിയുടെ 2024
അഴീക്കോട് സ്മാരക പുരസ്കാരം കിട്ടുന്നു കെ ജയകുമാർ. കെ ജയകുമാർ, മറന്നു പോകണ്ട. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി എന്ന് പറഞ്ഞു ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പറഞ്ഞു. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് വി ഗീതയാണ്. വി ഗീതയാണ്. അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാണ് തായ്ലാന്റ്. അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം തായ്ലാന്റ്. CBI അന്വേഷിക്കുന്ന ആദ്യത്തെ പോക്സോ കേസ്, CBI കോടതിയിൽ വിചാരണയ്ക്ക് എത്തുന്ന ആദ്യത്തെ പോക്സോ കേസ് ഏതാണ്? വാളയാർ കേസാണ്. വിവാദമായ കേരളത്തിലെ വാളയാർ കേസാണ് പോക്സോ കേസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് വി ഗീതയാണ്. കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച സങ്കര ഇനം പാവലാണ് പ്രജനിയും പ്രകൃതിയും. അല്ലെ, പ്രകൃതിയിലും പ്രജനിയും. അതുപോലെ തന്നെ നമ്മളെ SCRT ഒന്നാണ് എന്ത്, പ്രിയങ്ക. അല്ലെ, പ്രിയങ്ക പാവമാന്ന് പറഞ്ഞല്ലേ. അപ്പോ പ്രജനി, പ്രകൃതി, മനോഹരമായ വയനാട്ടിലെ MP പാവമാണ് പ്രിയങ്ക. അപ്പം പ്രിയങ്ക, പാവൽ, പ്രജനി, പ്രകൃതിയൊക്കെ പഠിച്ചു വെച്ചേക്കുക. KAU സുപർണ, സുവർണയല്ല സുപർണ. ഹരിത, മരതകം, ഹരിതശ്രീ എന്നിവ എന്തിന്റെ ഇനമാണ് ചോദിച്ചാൽ ഗിനിപ്പുല്ലാണ്. എന്താണ് മക്കളെ? ഗിനിപ്പുല്ല്. KAU സുപർണ, ഹരിത, മരതകം, ഹരിതശ്രീ. പച്ചപ്പല്ലേ, അപ്പൊ ഗിനിപ്പുല്ല്. ഏതൊക്കെയാ? ഹരിത, മരതകം, ഹരിതശ്രീ, KAU സുപർണ. പുതുതായി വികസിപ്പിച്ചെടുത്ത തണ്ണിമത്തൻ ഇനങ്ങൾ നോക്കൂ. നമ്മൾ ബത്തക്ക എന്നൊക്കെ ചില സ്ഥലത്ത് പറയില്ലേ, തണ്ണിമത്തൻ. ഷുഗർ ബേബി, നല്ല മധുരല്ലേ ഷുഗർ ബേബി. നല്ല പക്ക ആയിട്ട് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള വാട്ടർമെലൺ പക്കീസ. അപ്പൊ കീസയൊന്നും കാലി ആവില്ല എന്ന് വളരെ വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ. പക്കീസ അല്ലെങ്കിൽ 10 പൈസ എന്തെങ്കിലും ആലോചിച്ചോ. ഷുഗർ ഉണ്ട്, നല്ല ഷുഗർ, മധുരമുള്ള ബേബിയാണ്. അതുപോലെ തന്നെ ഷുഗറിന്റെ ക്വീൻ ആണല്ലോ, മനോഹരമായ ഷുഗറുള്ള നല്ല ക്വീൻ, ഷുഗർ ക്വീൻ. നല്ല ജിലേബി പോലെ ഉണ്ടാകുക. ജൂബിലി കിങ്, നല്ല ഷുഗർ ബേബി, ഷുഗർ ക്വീൻ, ജൂബിലി കിങ് ഒക്കെ കണ്ട ബേബി, കിങ്. ഇനി നല്ല യെല്ലോ കളർ കണ്ട മഞ്ച് കണ്ടോ, വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തം എന്ന് പറഞ്ഞാൽ മഞ്ച്, യെല്ലോ മഞ്ച്. നോക്കൂ, ഓറഞ്ച് ഡിലൈറ്റ്. ഓറഞ്ച് കളറിലുണ്ടോ? ഓറഞ്ച് ഡിലൈറ്റ് പഠിച്ചു വെക്കാൻ വേണ്ടി പറയണേ. ഷുഗർ ബേബി പക്കീസ, ഷുഗർ ക്വീൻ, ജൂബിലി കിങ്, യെല്ലോ മഞ്ച്, ഓറഞ്ച് ഡിലൈറ്റ്. ഓറഞ്ച് ഡിലൈറ്റ്, യെല്ലോ മഞ്ച്, ജൂബിലി കിങ്, ഷുഗർ ക്വീൻ, പക്കീസ, ഷുഗർ ബേബി. തണ്ണിമത്തനാണേ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. അടുത്തിടെ ഗ്രാമകോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം വാമനപുരമാണ്. ഇവിടെ എൻ്റർ അടിക്കാൻ വിട്ടുപോയതാണ്. അടുത്തിടെ ഗ്രാമകോടതി ആരംഭിച്ച കേരള നിയോജക മണ്ഡലം വാമനപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമിട്ടത് കോഴിക്കോട് ജില്ലയിലാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദ പീപ്പിൾ. അല്ലെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദ പീപ്പിൾ. 2025 ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മൈക്കിൾ മാർട്ടിൻ. ഐറിഷ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ. വയനാട്ടിലെ മാനന്തവാടി, തിരുനെല്ലി എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം വലച്ചിറകൻ തുമ്പികളുടെ പേരാണ് മക്കളെ ഗ്ലീനാനോക്രിസൈലാനിക്ക. അല്ലേ, നോ സെയിലിന് വെച്ചതല്ല, തുമ്പി ഇങ്ങനെ പറന്നു പോവുകയല്ലേ. പ്രകാശ് രാജ ഏതോ സിനിമയിൽ തുമ്പിയെ പഠിക്കാൻ പോന്നു. അപ്പോ നോ ക്രിസ സെയിലിന് വെച്ചതല്ല തുമ്പികള്. അല്ലെ, ഇൻഡോഫെയിൻസ് ബാർബാറ. ബാർബർ ഷോപ്പിലെ തുമ്പിനൊന്നും സെയിലിന് വെച്ചതല്ല വെച്ചിട്ടോ. അവിടെ ഉള്ളിൽ ഇന്റീരിയറിനോ അല്ലെങ്കിൽ അവിടെ പെയിന്റിലായിട്ട് അടിച്ച ബാർബർ ഷോപ്പിലെ കാണുന്ന പെയിന്റിങ്, ഇന്റീരിയർ പെയിന്റിംഗിൽ ബാർബർ ഷോപ്പിലുള്ളത് സെയിലിന് വെച്ച തുമ്പിയല്ല. ഇൻഡോഫെയിൻസ് ബാർബാറ, ഗ്ലീനോനോക്രിസോസൈലാനിക്ക. ഇതൊക്കെ വായിക്കൊള്ളാത്ത പേര്, എന്തെങ്കിലുമൊക്കെ ആക്കി പഠിക്കും നിങ്ങൾ കേട്ടോ. വയനാട്ടിൽ കാലാവസ്ഥാ കേന്ദ്രത്തിന് അനുയോജ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് വയനാട് പുൽപ്പള്ളി. 2025 നീതി ആയോഗ് പുറത്തുവിട്ട
ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ്ങിൽ 2022-23 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഒഡീഷ. നീതി ആയോഗ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ്ങിൽ കേരളമൊക്കെ നമ്മൾ എഴുതും, ഓപ്ഷനിൽ ഉണ്ടാവും. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15ആണ്. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. 2025 ജനുവരിയിൽ ട്രെയിൻ അപകടം നടന്ന മഹാരാഷ്ട്രയിൽ പ്രദേശമാണ് ജൽഗാവ്. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ അപകടം നടന്നു എന്ന് ആലോചിച്ച് നോക്കുക. 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് എസ് ജയചന്ദ്രൻ നായർ. എസ് ജയചന്ദ്രൻ, നമുക്ക് ഒരുപാട് ജയചന്ദ്രൻ അല്ലെ, പി ജയചന്ദ്രൻ, എം ജയചന്ദ്രൻ അല്ലെ സംഗീത മേഖലയിൽ. എന്നാൽ ഇത് പത്രാധിപരും ഗ്രന്ഥകാരനും ഒക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ പ്രദക്ഷിണ വഴികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ ഓട്ടോബയോഗ്രഫിയാണ് എന്റെ പ്രദക്ഷിണ വഴികൾ, എസ് ജയചന്ദ്രൻ നായർ. ഈ പ്രദക്ഷിണ പാട്ടൊക്കെ ഇത് എന്റെ പ്രദക്ഷിണ വഴികൾ, എസ് ജയചന്ദ്രൻ നായർ. 2025 കോഴിക്കോട് വെച്ച് നടന്ന 8ാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ അതിഥി രാജ്യം ഏതായിരുന്നു? ഫ്രാൻസ് ആണ്. 8ാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിഥി രാജ്യം ഫ്രാൻസ്, കോഴിക്കോട് വെച്ച് നടന്നു. നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി. നോക്കൂ, നെൽ കർഷകരുടെ പ്രയാസങ്ങളും ഒക്കെ പഠിക്കണമെങ്കിൽ അല്ലെ, ഒക്കെ സംഭരണമൊക്കെ പഠിക്കണമെങ്കിൽ ബേബി വരണം. ആര് ബേബി? നമ്മുടെ ബേബി. മക്കളെയൊക്കെ നമ്മൾ ബേബി എന്ന് വിളിക്കില്ല, ആ ബേബി അല്ല ചെയ്. ബേബി വന്നിട്ട് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ചു അല്ലെ. VK ബേബി വന്നു. വിൽക്കണമെങ്കിൽ ബേബി വരണം. നെല്ലൊക്കെ വിൽക്കണമെങ്കിൽ നല്ല പൈസക്ക് അല്ലെ, VK ബേബി. സംസ്ഥാനത്തെ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ തൊഴിൽ മേഖലകളെ കുറിച്ച് അവബോധം വളർത്തുന്നതിന് സ്കൂൾ കലോത്സവ മാതൃകയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നതാണ് നൈപുണ്യോത്സവങ്ങൾ. എന്താണ് നൈപുണ്യോത്സവങ്ങൾ? കടുവകളെ പരിചരിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ആനിമൽ ഹോസ്പേസ് സെന്റർ ആണ് കുപ്പാടി. സുൽത്താൻ ബത്തേരിയിലാണ് കുപ്പാടി. അപ്പോ എന്ത് പാടിയാലേക്ക? കടുവകളെ പിടിച്ച് കുപ്പിയിലാക്കുന്ന സ്ഥലമാണ് കുപ്പിന്റെ അടിയിലാക്കും. കടുവകളെ പിടിച്ചിട്ട് റെഡി ആയിക്കൊണ്ടുവരിക. കുപ്പാടി, കുപ്പിയിലാടി അല്ലെ. കടുവ എവിടെയുള്ളത്? കടുവ കുപ്പിയിലാടി. കടുവ പിടിച്ചില്ല. കുപ്പാടി കടുവ. ഓക്കെ. 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് ജോർജ് കുമ്പനാട്. വളരെ ഫേമസ് ആണ് ജോർജ് കുമ്പനാട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഉപ്പായി മാപ്പിള കണ്ട നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഫോട്ടോവും ആ ഉപ്പായി മാപ്പിളയെ കൂടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ കാർട്ടൂണാണ് ഉപ്പായി മാപ്പിള, ജോർജ് കുമ്പനാട് അല്ലെ. ആ ഉപ്പായി മാപ്പിളയുടെ കുമ്പയൊക്കെ നോക്കിക്കേ. കാർട്ടൂണിസ്റ്റ് കുമ്പ കണ്ട നിങ്ങള്, ഉപ്പായി മാപ്പിള കുമ്പനാട്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പാണ് e-Health കേരള. എന്താണ് e-Health കേരള? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതാദ്യം നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ് e-Health കേരള. OP ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ്. T പത്മനാഭന്റെ ചെറുകഥയാണ് കരുവന്നൂർ എന്ന് പറഞ്ഞ ചെറുകഥ T പത്മനാഭൻ പപ്പേട്ടതാണ്. അന്തരിച്ച മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ. എന്ത് തരകൻ? മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ ഏത് മേഖലയിലാണ്? കഥകളിയാണ്. കോൺഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലെ കോട്ട്ല മാർഗ് റോഡിലാണ്. 9A. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവനിലെ ലൈബ്രറിക്ക് ആരുടെ പേരാണ് നൽകിയത്? ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ് നൽകിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ പുതിയ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. നമ്മുടെ സുനിത വില്യംസിനെ തിരിച്ചിറക്കിയത് ആ ഒരു ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ്, അഥവാ ഗൾഫ് ഓഫ് അമേരിക്ക. അടുത്തിടെ OpenAI അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന AI ചാറ്റ്ബോട്ടാണ് ഓപ്പറേറ്റർ. അടുത്തിടെ OpenAI അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന AI ചാറ്റ്ബോട്ടാണ് ഏത്? ഓപ്പറേറ്റർ. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാൻ സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനമാണ് ക്രഷ് അല്ലെ. നോക്കൂ, പ്രൊജക്ട് ക്രഷ് ആണ്. അപ്പൊ പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ, നമുക്ക് പ്രാദേശികമായിട്ട് നാട്ടിൻപുറത്തേക്ക് ആരുടെങ്കിലും ക്രഷ് തോന്നിക്കഴിഞ്ഞാൽ പോയിട്ട് സഹകരിക്കുകയും ചോദിക്കുക, സഹകരണ സംഘങ്ങൾ അടി കിട്ടൂലേ. അപ്പൊ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതിയുടെ വിജയ സാധ്യത, എല്ലാ ക്രഷൊന്നും വിജയിക്കാറില്ല, ആലോചിക്കുക. വിജയ സാധ്യത പരിശോധിക്കാൻ സഹകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹകരണ വകുപ്പ് പഠിക്കാൻ വേണ്ടി പറയണേ ഒരുക്കുന്ന പ്രത്യേക സംവിധാനമാണ് പ്രൊജക്ട് ക്രഷ്. സഹകരണ സംഘം വിജയ സാധ്യത പരിശോധിക്കാൻ ക്രഷ്. ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് എഡിറ്റ്സ്.
കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ അല്ലെങ്കിൽ പൂർത്തിയാക്കിയ കുട്ടികളുടെ സിനിമയാണ് മഷിപ്പച്ചയും കല്ല് പെൻസിലും. വനിതാ ഫുട്ബോളിൽ $1 മില്യൺ ട്രാൻസ്ഫർ തുക ലഭിക്കുന്ന ആദ്യ താരമാണ് നയോമി ഗിർമ. പേരെന്താ മക്കളെ? നയോമി ഗിർമ. ഒരു വെറൈറ്റി പേരല്ലേ, നയോമി ഗിർമ. കുറച്ച് ഗരിമയിൽ കുത്തിരിക്കുക അല്ലെ. നവോമി ഒസാക്കിയൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഇത് നവോമി ഗിർമയാട്ടോ. ആരാണ്? ചിരി കണ്ട നിങ്ങൾ മേഡത്തിന് വനിതാ ഫുട്ബോളിൽ $1 മില്യൺ ട്രാൻസ്ഫർ തുക. നിങ്ങൾ മെസ്സി, റൊണാൾഡോ, നെയ്മർ ഒക്കെ കേൾക്കുമ്പോലെ വനിതാ ഫുട്ബോളിൽ $1 മില്യൺ ട്രാൻസ്ഫർ തുക ലഭിക്കുന്ന വലിയൊരു സംഖ്യയാണ്. അത് ലഭിക്കുന്ന ആദ്യ താരമാവുന്നു നവോമി ഗിർമ. EK നായനാരുടെ ഒളിവുകാല ഓർമ്മകൾ, സ്നേഹിച്ചു മതിയാവാതെ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് തുളസി ഭാസ്കരനാണ്. EK നായനാരുടെ ഒളിവുകാല ഓർമ്മകൾ, സ്നേഹിച്ചു മതിയാവാതെ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് തുളസി ഭാസ്കരനാണ്. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജയാണ്. കൃതി ബുദ്ധ പൂർണിമ. 2025 സമ്മതിദായക ദിനത്തിലെ പ്രമേയമാണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. 2025 സമ്മതിദായക ദിനത്തിലെ പ്രമേയമാണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വേദിയാണ് കൊച്ചി. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വേദിയാണ് കൊച്ചി. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ് 2025 E സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ, കൃത്യമായിട്ട് പഠിക്കുക, തപോമയിയുടെ അച്ഛൻ ഫെഡറൽ ബാങ്കിൽ പോയപ്പോൾ ഭയങ്കര സന്തോഷമായി. തപസ് ചെയ്ത അച്ഛൻ ഫെഡറൽ ബാങ്കിൽ പോയപ്പം സന്തോഷമായി എന്ന് ആലോചിക്കട്ടോ. തപോമയിയുടെ അച്ഛൻ E സന്തോഷ് കുമാർ. എം പരിവാഹൻ ഈ ചലാൻ നമ്പറിൽ ആകെ എത്ര അക്കങ്ങളുണ്ട് ചോദിച്ചാൽ 19 അക്കങ്ങളുണ്ട്. എം പരിവാഹൻ ഈ ചലാൻ നമ്പറിൽ ആകെ എത്ര അക്കങ്ങളുണ്ട്? 19. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഠനമിത്രം. കുട്ടനാട് ബ്രാൻഡ് അരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്റഗ്രേറ്റഡ് റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് മുളക്കുഴ. മുളയിൽ ഒരു കുഴി കുഴിച്ചു വെച്ചിട്ട് മുമ്പൊക്കെ അതിനകത്ത് എന്ത് ചെയ്യും? അരിയൊക്കെ ഇട്ട് വെക്കായിരുന്നു. അങ്ങനെ ആലോചിക്കാം, മുളയിലെ കുഴിയിലല്ലേ. ഇപ്പൊ കുട്ടനാട് ബ്രാൻഡ് അരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്റഗ്രേറ്റഡ് റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് മുളക്കുഴയിലാണ്. പൊതു ചെലവുകൾ സുതാര്യതവും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ഡാറ്റ കിറ്റ്. US ജനപ്രതിനിധി സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് ജോൺസൺ ആണെന്ന കാര്യം മറക്കണ്ട. മൈക്ക് ജോൺസൺ സ്പീക്കറാണ് അവിടെ. ജോൺസൺ മൈക്ക് പിടിച്ചു നിൽക്കുകയാണ്, അദ്ദേഹമാണ് സ്പീക്കർ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് KM ചെറിയാൻ സാറ്. ഹൃദ്രോഗ വിദഗ്ധനാണ്. രാജ്യത്തിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഇദ്ദേഹം. കൂട്ടുകാരെ, 3000 ചോദ്യങ്ങൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ കാണത്തില്ല. അതുകൊണ്ട് ഇതിന്റെ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 3 വീഡിയോകളായിട്ട് തരികയാണ്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത 2 ക്ലാസ്സിന്റെ ദൈർഘ്യം കുറച്ച് കൂടുതലായിരിക്കും. ടോട്ടൽ 5 മണിക്കൂർ നമുക്ക് തീർക്കണം. നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.